Yes, clear. Yes, yes. Thank you, thank you. So good evening all. So ഇന്ന് നമ്മൾ ഇവിടെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത് വി ആർ കണ്ടക്ടിങ് എ വെബിനാർ ഹാപ്പ് ലൈഫ് വെൽനസ് കണ്ടക്ട് ചെയ്യുന്ന വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വെൽക്കമിങ് യു ഓൾ ടു ദിസ് വെബിനാർ സെഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മൈസെൽഫ് ജുനൈദ്, ഹാപ്പ് ലൈഫ് വെൽനസ്സിൽ CEO ആണ് ആൻഡ് വൺ ഓഫ് ദ കോ ഫൗണ്ടേഴ്സ് അറ്റ് ഹാപ്പ് ലൈഫ് വെൽനസ്. ഹാപ്പ് ലൈഫ് വെൽനസ് കോഴിക്കോട് ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലിംഗ് ആൻഡ് തെറപ്പി ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ആൻഡ് വി ഡു ദിസ് വെബിനാർ ആസ് പാർട്ട് ഓഫ് നമ്മളൊരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. നമ്മളൊരു സൈക്കോളജി കമ്മ്യൂണിറ്റി എന്നുള്ള പേരിൽ 2 ഗ്രൂപ്പ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടിലും കൂടി ആയിട്ട് വി ഹാവ് അറൌണ്ട് 1300 മെമ്പേഴ്സ് ആസ് ഓഫ് നൗ. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് സ്ഥിരമായിട്ട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, ഇൻക്ലൂഡിങ് വെബിനാർസ്. അപ്പോൾ വീക്ക്ലി വെബിനാർസ് ഉണ്ടാവാറുണ്ട്. ടു ബി പാർട്ട് ഓഫ് ഇറ്റ്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ടു ബി പാർട്ട് ഓഫ് ഇറ്റ് ജസ്റ്റ് നിങ്ങൾ ആ ഗ്രൂപ്പ് ഫോളോ ചെയ്താൽ മതി. സോ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് സൈക്കോളജിസ്റ്റ് ഡോക്ടർ പ്രജീഷ് പാലന്തറ ആണ്. ആൻഡ് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് CBT നമ്മൾ പഠിക്കുന്ന ടൈമിൽ തിയറിറ്റിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. സോ ഹൗ ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ പ്രാക്ടീസ്, ഈ ഒരു ടോപ്പിക്കിലാണ് ഡോക്ടർ ഇന്ന് വെബിനാർ എടുക്കുന്നത്. സോ ഐ വെൽക്കം ഡോക്ടർ പ്രജീഷ് ടു ടേക്ക് ഓവർ ഫ്രം ഹിയർ. ലെറ്റ്സ് ഹിയർ വാട്ട് ഹി ഹാസ് ടു സേ. വെൽക്കം സർ. കേൾക്കാമോ ഞാൻ പറയണേ? വെൽക്കം. കുറച്ച് ആളുകളുണ്ടായി, വീഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒന്നും കൂടി ഒന്ന് ലൗഡ് ആയി കഴിഞ്ഞാൽ ബെറ്റർ ആയിരുന്നു. കേൾക്കുന്നുണ്ട്? ഓഡിബിൾ ആണോ? യെസ് യെസ്. ഓക്കെ. ഇടുന്നില്ല? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട് സർ. ഒന്നുകൂടി ലൗഡ് ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഓക്കെ ആണ്? കുറവാണല്ലേ സൗണ്ട്? കുറച്ച് ആളുകളെ ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ മനുഷ്യന്മാരോട് സംസാരിക്കാം. അതാണ് ഇപ്പൊ ക്ലിയർ ആണ് സർ. ഓക്കെ. ആരെങ്കിലും കുറച്ച് പേരെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മടുക്കും. ഞാൻ ചുമ്മാ ഈ ചുമരിലേക്ക് നോക്കിയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഒന്നും എനിക്കറിയാൻ വേണ്ടി പറ്റില്ല. എല്ലാവരും സൈക്കോളജിസ്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ഡിഗ്രി ഓർ PG കഴിഞ്ഞ ആളുകളാണ് അല്ലേ? സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അങ്ങനെയല്ലേ? റെസ്പോണ്ട് ചെയ്തു. എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് കയറി ചോദിക്കാം. തെറാപ്പി ചെയ്യുന്നവരായിട്ടുള്ള ആളുകളുണ്ടാവും അല്ലേ? തെറാപ്പി ചെയ്യുന്നവരുണ്ടാവും. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒരു തെറാപ്യൂട്ടിക് മെത്തേഡാണ്. ഇതിൻ്റെ ഇറാഷണൽ ആയിട്ടിരിക്കുന്ന ആളുകളെ റാഷണൽ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാഷണൽ ആയിട്ടുള്ള ഒരാൾ തെറാപ്പി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? വളരെ റാഷണൽ ആയിട്ടുള്ള ആളുകൾ ഇറാഷണൽ ആയിട്ട് മാറാനുള്ള സാധ്യതയും ഇതിൽ കിടക്കുന്നുണ്ട്. ഇത് ടെക്നിക്കല്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഓരോ കോൺസെപ്റ്റിലും റാഷണൽ ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ അടുത്തല്ലേ 2-3 ആഴ്ച മുമ്പ് നടന്നൊരു ഇഷ്യൂ ആണ്. ഒരു സത്യഭാമ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സത്യഭാമ, കലാമണ്ഡലം സത്യഭാമയും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സൗണ്ട് കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് ഓഡിബിൾ അല്ലേ? ഓക്കെ. അതില് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയി. അവർ പറഞ്ഞ സംസാരിച്ച രീതികളിലൊക്കെ നമ്മൾ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ വെളുപ്പ്
എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സൗന്ദര്യവുമായിട്ട് കണക്ട് ചെയ്തത് എന്ന റാഷണാലിറ്റി ഒന്ന് ചിന്തിച്ചിട്ടല്ല നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. വളരെ പബ്ലിക്കില് ഒട്ടും ബോധമില്ലാത്തൊരു സ്ത്രീ അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. നിരന്തരം മറ്റുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവർ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നതല്ല കേട്ടോ, ഞാൻ അതിന്റെ ലോജിക്ക് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഈ റാഷണാലിറ്റി നമുക്ക് ഓരോ കോൺസെപ്റ്റുകളിലും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ കോൺസെപ്റ്റിനെ കുറിച്ചും ഓരോന്നിനെ കുറിച്ചും എത്രത്തോളം റാഷണലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നതാണ്. റാഷണലായിട്ട് തിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപിരിക്കൽ എവിഡൻസിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത് എന്നുള്ളതിനാണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. എനിക്ക് റാഷണൽ ആണ് തോന്നുന്നു എന്നുള്ളതല്ല റാഷണാലിറ്റി എന്ന് പറയുന്നത്. ഒരു സയന്റിഫിക് ആയി എംപിരിക്കലി നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതികളിലേക്ക് വരാം എന്നുള്ളിടത്ത് മാത്രമേ ഓരോ കോൺസെപ്റ്റുകളോ റാഷണൽ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണ്. അതാണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അതായത് ഒരു പ്രായം മുതൽ തന്നെ നമ്മൾ ഇറാഷണൽ ആവാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കൾച്ചറിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് റാഷണലാണ്. നിങ്ങൾ ആരോടെങ്കിലും മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് റാഷണൽ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നുള്ളത് പറഞ്ഞോളൂ. ചുമ്മാ നമ്മൾ ഇന്ററാക്ട് ചെയ്യണല്ലോ. മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് റാഷണൽ ആണ്. ഓക്കെ സാർ, അത് ഡിപ്പെൻഡ് ചെയ്യും എന്താണ് മുതിർന്നവർ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്ന് അനുസരിച്ചിട്ട്. ഒരുപാട് ഇറാഷണൽ കോമ്പണന്റ് അതിൽ വരും. എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. അവിടെ മുതിർന്നവരെന്നോ അല്ലെ താഴെയുള്ളവരെന്നോ ചെറിയവരെന്നോ വലിയവരെന്നോ ഉള്ളൊരു ഡിഫറൻസ് അത് ഇല്ല. ബഹുമാനം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിനനുസരിച്ച് തിരിച്ചു കിട്ടുന്നൊരു സംഗതിയാണ്. അപ്പൊ മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നതിനനുസരിച്ച് ചെറിയവരെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മീനിങ് കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. ഞാൻ പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. ഈ തരത്തിൽ ഓരോ കോൺസെപ്റ്റുകളെയും നമ്മൾ വളരെ കൃത്യമായിട്ട് അളന്നു മുറിച്ച് റാഷണാലിറ്റി ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് CBTന്റെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. CBT അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ മാത്രം പഠിക്കാൻ പാടുള്ളതോ അങ്ങനെയൊന്നുമല്ല. CBT ബെക്കിൻ്റെ അണ്ടറിൽ പോലും എല്ലാവർക്കും പോയി പഠിക്കാൻ വേണ്ടി പറ്റും. CBT ടെക്നിക്ക് അതെല്ലാ ഫീൽഡിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സൈക്കോളജിസ്റ്റുകൾ അത് എവിടെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക രോഗങ്ങളെ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു ടൂളായിട്ട് സൈക്കോതെറാപ്പിയുടെ ഭാഗമായിട്ട് CBT ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എല്ലാ തരത്തിലുള്ള നമ്മുടെ തോട്ട് പാറ്റേൺസിനെ മാറ്റിയെടുക്കാനും CBT ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എൻ്റെ അറിവിൽ ഒരുപാട് മാനേജ്മെന്റ് ഫീൽഡിലുള്ള ആളുകൾ ജൂഡിത്ത് ബെക്കിന്റെ ബേസിക്സ് ആൻഡ് ബിയോണ്ട്സ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുള്ളവരാണ്. വളരെ കൃത്യമായിട്ട് വായിച്ച് പരിചയമുള്ള ആളുകൾ എനിക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ജനറലി ഒരു കോൺസെപ്റ്റുകളുടെ റാഷണാലിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഈ പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ജനറലി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണ്. ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ CBT പഠിച്ച ആളാണ്, ഞാൻ RBT പഠിച്ച ആളാണ്, അല്ലെങ്കിൽ ഞാൻ സൈക്കോളജിസ്റ്റ് അറിയുന്ന ആളാണെന്നൊക്കെ പറയുമെങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നതിലും സംസാരിക്കുന്നതിലും പോലും ഒരു റാഷണാലിറ്റി ഉണ്ടോ എന്നുള്ളത് മറ്റുള്ളവർ ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ നല്ല ബോധവും വിവരമുള്ള ആളുകളോടാണ് സംസാരിക്കുന്നത്. നമ്മളൊരു പ്രത്യേകത തന്നെ സൈക്കോളജിക്ക് പഠിച്ചു കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് മാത്രമേ സൈക്കോളജി അറിയുള്ളൂ, നമ്മൾ മാത്രമേ ബോധമുള്ള ആളുകൾ ആയി വരുന്നുള്ളൂ. വരുന്ന ഒരു ക്ലയൻസ് ആണ് വിവരമില്ലാത്തവരാണെന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇറാഷണൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവരോട് പറയുന്നതിനനുസരിച്ച് അവരുടെ കോൺട്രാഡിക്ഷൻ വരും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലം മുമ്പ് വരെ, ഞാനൊരു 2007 പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ്. കുറേ കാലം മുമ്പ് വരെ കൗൺസിലിങ്ങോ സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാത്തൊരു കമ്മ്യൂണിറ്റിനെ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അറിയില്ല, ആളുകൾക്ക് എന്താണ് കൗൺസിലിംഗ് എന്ന് അറിയില്ല. തെറാപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും എന്തൊക്കെയോ ഒരു നമ്മൾ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു ഫിസിക്കൽ മെത്തേഡായിട്ട് മാത്രം കാണുന്ന രീതിയിലാണ്
സൈക്കോതെറാപ്പിന് എപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ രീതിയിലേക്ക് തെറ്റിദ്ധാരണയും കിടക്കാറുണ്ട്. അപ്പോ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം എറണാകുളത്തൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ക്ലിനിക്കിൽ ആരാണ് CBT ചെയ്യുന്നവരാരാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ട് വരാറുള്ളത്. സാധാരണ ആളുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. IT ഫീൽഡിലൊക്കെ ആളുകൾ വിളിച്ച് ചോദിക്കും, CBT ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കും. കാരണം അവർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഡിപ്രഷനോ അതുപോലെ ആൻസൈറ്റി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ CBT എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ അവർ വായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വർക്ക്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ധാരണ വെച്ച് വരുന്ന ആളുകളോട് നമ്മൾ കഥ പറയാനിരുന്ന എങ്ങനെ ഉണ്ടാവും? നമ്മൾ മറ്റേ സിനിമയിൽ ചോദിക്കണവരത് തിരിച്ചു ചോദിക്കും, പണിയൊന്നും അറിയില്ലല്ലോ എന്ന് ചോദിക്കുവരും. അപ്പൊ ആ അവസ്ഥയിലേക്ക് പോകരുത്. വളരെ പ്രോപ്പറായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ CBT ചെയ്യാം, CBT ചെയ്യുന്ന രീതികൾ ഇതാണ് എന്ന് പറയാൻ പാടുള്ളൂ. അത് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാന്നുള്ള രീതിയിലേക്ക് പോകാം. കുറച്ച് കാര്യങ്ങൾ CBTയെ കുറിച്ച് ഞാൻ പറയാം. CBT തിയററ്റിക്കലി ഡിറ്റർമിൻഡ് ആണെന്ന് പറയും. CBT തിയററ്റിക്കലി ഡിറ്റർമിൻഡ് ആണെന്ന് പറയും. നമ്മളെല്ലാവരുടെ ഒരു കോൺസെപ്റ്റ്, നിങ്ങൾ ഈ പല എഡ്യൂക്കേഷണൽ ആളുകളുണ്ടാവുകയും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഡിഗ്രിക്കാരുണ്ടാവും, PGക്കാരുണ്ടാവും. ഓരോ സ്പെസിഫിക് ഗ്രൂപ്പാണ് കുറച്ചും കൂടി ഇത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ല എന്നൊക്കെ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ്. അപ്പോ നമ്മളെല്ലാവരുടെയും തെറ്റിദ്ധാരണ ICD-DSM തുറന്നു വെച്ചിട്ട് അതിലെ രോഗങ്ങൾ നോക്കിയിട്ടാണ് തെറാപ്പി ചെയ്യാന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ നമുക്കുണ്ട്. ഡിപ്രഷൻ ഇത്ര സിംറ്റം, ഇതിന് നമ്മൾ CBTക്ക് കുറച്ച് തോട്ട് മോണിറ്ററിങ് 2-3 ടെക്നിക്ക് ചെയ്യുന്നു, അത് റിലാക്സേഷൻ ചെയ്യുന്നു, അത് മാറ്റിയെടുക്കുന്നതൊക്കെയുള്ള രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയല്ല ശരിക്കും സൈക്കോതെറാപ്പി ചെയ്യാറുള്ളത്. സൈക്കോതെറാപ്പികളിൽ എല്ലാ തെറാപ്പികളും വളരെ പ്രോപ്പർ ആയിട്ടുള്ള തിയററ്റിക്കലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നടക്കാറുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ സൈക്കോ അനാലിസിസിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും പറയുക? ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരവസ്ഥ സൈക്കോ അനാലിസിസിന്റെ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഞാൻ പറയുന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായപ്പോൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണെന്നോ അല്ലെങ്കിൽ കോംപ്ലീറ്റഡ് ആണെന്നൊക്കെ പറയെങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ട് അത് കയറി കിടക്കുന്ന ചില മേഖലകളുണ്ടാവും. നമ്മുടെ സൂപ്പർ ഈഗോയുടെ ഓവർ ഫങ്ഷനിങ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ സൈക്കോഅനാലിസിസിൽ അത് കാണാൻ വേണ്ടി പറ്റും. ചില എക്സ്പ്ലനേഷൻസ് നമുക്ക് കൗതുകം ഉണ്ടാക്കുന്നതാണെങ്കിലും വളരെ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഓറൽ ഫിക്സേഷൻ കൊണ്ടാണ് നമ്മൾ സ്മോക്കിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഫ്രോയിഡ് പറയുന്നത് ചില സംഗതികൾ, ഇപ്പം എന്താ പറയുക, സപ്രസ്ഡ് ഹോമോസെക്ഷുവാലിറ്റിയാണ്, പാരനോയ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ട് മനസ്സിലാകും. അപ്പോൾ പക്ഷെ അവർക്ക് അതിന് റൂട്ട് ഉണ്ട്. സൈക്കോഅനാലിസിന് വളരെ കൃത്യമായിട്ടുള്ള റൂട്ട് ഉണ്ട്. എന്താണ് അതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ റൂട്ട് അതിൽ കിടക്കും. ആ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിൽ സൈക്കോഅനാലിസിൽ സൈക്കോതെറാപ്പി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേ രീതിയിൽ നമ്മൾ ചോദിക്കുകയാണ് ബിഹേവിയറിസത്തിൽ എന്താണ് ഡിപ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ DSM ICD-ന്റെ ലക്ഷണങ്ങളല്ല പറയുക. തൊണ്ടൈക്ക്, പാവ്ലോ, സ്കിന്നർ ഇത്തരത്തിലുള്ള ബിഹേവിയർ തെറാപ്പിസ്റ്റുകൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കുള്ള എക്സ്പ്ലനേഷൻ എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. ഒരു ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് എന്താ പറയുക? ഡിപ്രഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈക്കോഅനാലിസിസ് അറിയാൻ സാധ്യത കുറവാണ്. ഡിപ്രഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? ഒരാൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നർ എന്താ പറയണമെന്ന് വെച്ചാൽ എന്ത് പറയും? നമ്മൾ എന്തെങ്കിലും അവർ നോർമലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക. ആവുന്നു ചോദിച്ചാൽ എന്ത് പറയും? എങ്ങനെ, എന്തുകൊണ്ടാണ് ഒരാൾ ഡിപ്രഷൻ ആവണമെന്ന് വെച്ചാൽ എന്ത് പറയും? ബിഹേവിയറിസത്തില് ഇന്നറും പാവലോയും ഉണ്ടൊക്കെ വെച്ച് നോക്കും നമ്മൾ എന്ത് പറയും? അയാൾക്കൊരു കണ്ടീഷന്റെ റെസ്പോൺസ് ഉണ്ടാക്കി വെക്കുകയാണെന്ന് പറയും. പിന്നെ സ്കിന്നറൊക്കെയാണ് എന്ത് പറയും?
ഇല്ല, ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സുകളൊന്നും ബിഹേവിയറിസ്റ്റിൽ വരുന്നില്ല. ബിഹേവിയറിസ്റ്റ് ചിന്തകളേ ഇല്ല, തോട്ട്സേ ഇല്ല. ഓക്കെ, സമയത്തിന്റെ അതാണ് ലാക്ക് ഓഫ് റിവാർഡ് എന്ന് പറയും. ഒരാൾക്ക് റിവാർഡ് കിട്ടുന്നില്ല, അയാൾ ഡിപ്രസ്ഡ് ആവും. നമ്മൾ രാവിലെ നല്ലൊരു ചുരിദാറൊക്കെ ഇട്ട് കോളേജിലേക്ക് വന്നു, ഒരാൾ മൈൻഡ് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അയാളുടെ ചുരിദാർ നമ്മൾ ശ്രദ്ധിക്കരുത്, മിണ്ടരുത്, കമന്റ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ഓരോ നിമിഷവും അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറ്റൻഷൻ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് മാറും. കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഷൻ കിട്ടിയില്ല, നമ്മൾ ഡിപ്രഷനിലേക്ക് എത്തും. ഈ ഒരു എക്സ്പ്ലനേഷൻ ആണ് ബിഹേവിയറിസം പറയുക. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? മറ്റേ സൂപ്പർ ഈഗോയുടെ ഫംഗ്ഷനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് വരില്ല. ബിഹേവിയറിസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ വരുമ്പോൾ കംപ്ലീറ്റ്ലി മാറി റിവാർഡുകൾ, പണിഷ്മെന്റുകൾ, കണ്ടീഷൻ എന്നുള്ള ലെവലിലേക്ക് മാറി. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ പട്ടിയും പൂച്ചയുടെ ഒക്കെ ബിഹേവിയർ വെച്ചിട്ടാണോ മനുഷ്യനെ അനലൈസ് ചെയ്യേണ്ടത്, അസസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഫോബിക് കണ്ടീഷനിങ്ങളൊക്കെ ഈ ബിഹേവിയർ തെറാപ്പി ബേസിനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള റിയാലിറ്റിയാണ്. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ പറയും. അതേപോലെ ആ എക്സ്പ്ലനേഷൻ അല്ല കോഗ്നിറ്റീവ് തിയറിയിലേക്ക് വരുമ്പോൾ സാധനം മാറി. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് റിവാർഡ് എന്നുള്ള സാധനം അല്ല നമ്മൾ പറയാം, കോഗ്നിറ്റീവ് ട്രയാഡ് ആണെന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അയാൾക്ക് ഒരു കോഗ്നിറ്റീവ് ട്രയാഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അയാൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൂ. അയാൾ നെഗറ്റീവ് തോട്ട്സ്, ഓട്ടോമാറ്റിക് തോട്ട്സ് എന്തിനെ കുറിച്ച് വേണം? സെൽഫിനെ കുറിച്ച്, എൻവയൺമെന്റിനെ കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരാൾക്ക് നെഗറ്റീവ് തോട്ട് വരികയാണെങ്കിൽ അയാൾ ഡിപ്രസ്ഡ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടുള്ള തിയററ്റിക്കൽ റൂട്ടിലൂടെ മാത്രമേ നമ്മൾ CBT ചെയ്യാറുള്ളൂ എന്ന് പറയുന്നത്. ഒരാൾ വന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അത് ഡിപ്രഷൻ എന്നുള്ള ഒരു CBTയുടെ തിയററ്റിക്കൽ റൂട്ടിലേക്ക് നമ്മൾ അതിനെ മാറ്റില്ല. ഇൻ എഫക്റ്റ് അയാളുടെ തോട്ട് പാറ്റേണുകൾ അനലൈസ് ചെയ്തെടുത്ത് ഓട്ടോമാറ്റിക് തോട്ട്സുകൾ മുഴുവൻ സെർച്ച് ചെയ്തെടുത്ത് അതിൽ ഇന്റർമീഡിയറ്റ് ബിലീഫ്, കോർ ബിലീഫുകളിലേക്ക് റൂട്ടഡ് ആയി പോയി അത് കോഗ്നിറ്റീവ് ട്രയാഡിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? അയാൾക്ക് കോഗ്നിറ്റീവ് തിയറി അനുസരിച്ച് അയാൾ ഡിപ്രഷനിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ പറയും. ഒരു പക്ഷേ ആൻസൈറ്റി ഉള്ള ആളുകൾക്കും ചിലപ്പം സങ്കടവും വിഷമിച്ചിരിക്കുന്നുണ്ടാവാം. പക്ഷെ അതിന്റെ റൂട്ട് കോസ് എവിടെ നിന്ന് വരുന്നതാണ്? ആൻസൈറ്റിയിൽ നിന്ന് വരുന്നതാണ്. ചിലപ്പോൾ ഒരു ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി റൂട്ട് നിന്നായിരിക്കും ഒരാൾ ഡിപ്രഷൻ ആവുന്നത്. അപ്പൊ നമ്മളടുത്ത് വന്ന് പറയുന്ന സിംറ്റത്തിന് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും ഡിപ്രഷന്റെ റൂട്ടിൽ നിന്നാണ് വന്നത് എന്ന് പറയില്ല നമ്മൾ. അതുകൊണ്ടാണ് CBT ഒരു തിയററ്റിക്കലി റൂട്ടറാണ് പറയുന്നത്. ഐഡി കിട്ടിയില്ലേ? 4 ഡയമെൻഷൻസുകളാണ് നമ്മൾ നോർമൽ നോക്കാറുള്ളത്. ആൻഷ്യസ് റൂട്ട് അപ്രൈസൽ തിയറി ആണോ, അതല്ലെങ്കിൽ ഡിപ്രഷന്റെ റൂട്ട് കോഗ്നിറ്റീവ് ട്രയാഡിന്റെ തിയറി ആണോ? പിന്നെ ഓരോ പേഴ്സണാലിറ്റിന്റെയും റൂട്ടുകൾ ഡിഫറെന്റ് ആയിട്ടാണ് വരിക. ബോർഡർ ലൈൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാറില്ല. അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഇമോഷണൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ പാരനോയിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിന്റെ കോർ ബിലീഫുകൾ, അതുപോലെ സ്കിസോയിഡ്, സ്കിസോട്ടിപ്പൽ, ഇങ്ങനെ ഓരോ പേഴ്സണാലിറ്റി ട്രൈറ്റുകളുടെയും തിയററ്റിക്കൽ റൂട്ടുകൾ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് തോട്ട്സിലൂടെ നമ്മൾ കയറി വളരെ കൃത്യമായിട്ടുള്ള കോർ ബിലീഫുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ വ്യക്തി ഏത് റൂട്ടിലാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിന്റെ സൈക്കോപാത്തോളജി കോഗ്നിറ്റീവ് തിയറിയിൽ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ കോഗ്നിറ്റീവ് തിയറി ഡെവലപ്പ് ചെയ്തത് ബെക്കൊന്നുമല്ല, പിയാഷനെ പോലുള്ള തിയറിസ്റ്റുകളാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ടെക്നിക്ക് ഇങ്ങനെയാണ് തെറാപ്പി ചെയ്യാം എന്നുള്ളൊരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത ആളാണ് ബെക്ക്. ജൂഡി ബെക്കിന്റെ, ഇപ്പൊ ബെക്ക് മരിച്ചുപോയി, ഇപ്പൊ നമ്മൾ ജൂഡി ബെക്ക് അവരുടെ മകളാണ് ഇപ്പൊ അതിന്റെ തെറാപ്പി സെന്റർ റൺ ചെയ്യിപ്പിക്കുന്നത്. ജൂഡി ബെക്കിന്റെ ബേസിക്സ് ആൻഡ് ബിയോണ്ട്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് നമ്മൾ ബേസിക് അതിനൊരു ഫൗണ്ടേഷൻ റൂട്ടായിട്ട് നമ്മൾ അതിനെ റെഫർ ചെയ്യാറുള്ളത്. നിങ്ങൾ CBT പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ പുസ്തകം എടുത്ത് വെച്ച് നന്നായിട്ട് വായിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു കോമൺ സെൻസോ ലോജിക്കുകളോ ഉപയോഗിക്കരുത്. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ? അത്തരത്തിലുള്ള തിയററ്റിക്കൽ റൂട്ടുകൾ കിട്ടാതെ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. റിപ്പീറ്റ് ചെയ്യോ പേര്? ആ ബുക്ക് നെയിം ബേസിക്സ് ആൻഡ് ബിയോണ്ട്സ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ബേസിക്സ് ആൻഡ് ബിയോണ്ട്സ്. ബെക്ക് 1921 ഇപ്പൊ അടുത്താണ് മരിച്ചത്. 100ാമത്തെ വയസ്സിലാണ് പുള്ളി മരിക്കുന്നത്. അവസാന കാലഘട്ടം വരെ പുള്ളി നല്ലൊരു തെറാപ്പി സെന്ററുകളും അവിടെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ജോലി ബെക്കാണ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോയി പഠിക്കാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഇവിടെ പോയി പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? CBT തിയററ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. തിയററ്റിക്കലി ഡിറ്റർമിൻഡ് അല്ലാത്ത യാതൊരു തരത്തിലുള്ള സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡുകളും സൈക്കോളജിയിൽ ഉപയോഗിക്കാറില്ല. ഹിപ്നോതെറാപ്പിക്ക് ഒന്നും ഒരു തിയററ്റിക്കൽ റൂട്ടുകളും ഇല്ല.
നിങ്ങൾക്ക് ഒരാളെ മയക്കി കിടത്താന്നുള്ളതല്ലാതെ അയാൾ പിച്ചും പേയും പറയുന്ന കാര്യങ്ങൾ ഏത് തിയറിയിൽ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യാന്നുള്ള ഒരു തിയററ്റിക്കൽ റൂട്ടുകളും ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിനൊരു സൈക്കോതെറാപ്പി മെത്തേഡായിട്ട് പരിഗണിക്കാറില്ല. മെന്റലിസം എന്ന് പറയുന്ന സംഗതികൾ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഗതികൾ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞ സംഗതികൾ, ഇങ്ങനെ ഒരുപാട് സംഗതികളൊന്നും പ്രത്യേകിച്ച് ഒരു തിയററ്റിക്കൽ റൂട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സയന്റിഫിക് ആയുള്ള റിസർച്ചുകളും സ്റ്റഡീസുകളുടെ ആബ്സെൻസ് ഉള്ളത് കൊണ്ടാണ് അതിനൊന്നും സൈക്കോതെറാപ്പി മെത്തേഡുകളായിട്ട് പരിഗണിക്കാത്തത്. ഓക്കെ, സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് എംപിരിക്കലി റിസർച്ചുകൾ നടന്ന് വളരെ തിയററ്റിക്കലി വളരെ കൃത്യമായിട്ടുള്ള റൂട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സൈക്കോതെറാപ്പി എന്ന് പറയാറുള്ളൂ കേട്ടോ. ഞാൻ പറയാണ് ചുമ്മാ ഈ ക്ലാസ്സിനോട് ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾ ഡിപ്രഷൻ മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോതെറാപ്പി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതിന് വളരെ കൃത്യമായിട്ടുള്ള സയന്റിഫിക് റിസർച്ചുകൾ വേണം. അതിലൂടെ എംപിരിക്കലി എവിഡന്റ് ആയിട്ടുള്ള തെറാപ്പി ആയിട്ട് അത് മാറണം. പല ആളുകൾ അതുപോലെ ഒരുപാട് മെത്തേഡുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ എപ്പോഴും ഏതാണ് സൈക്കോതെറാപ്പി എന്ന് അറിയണമെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ അബ്രോഡോ ഉള്ള സൈക്കോതെറാപ്പി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ സൈക്കോളജി സിലബസുകളിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആരോടും തർക്കിക്കാൻ പോകുന്നു വേണ്ട. നാഷണൽ അല്ലെ ഇന്റർനാഷണൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകളുടെ സിലബസിൽ സൈക്കോതെറാപ്പിയുടെ ഭാഗമായിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സൈക്കോതെറാപ്പി എന്ന് പറയാം. അല്ലാതെ നമുക്കത് സൈക്കോതെറാപ്പി എന്ന് യാതൊരു തരത്തിലും അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ ചെയ്തിട്ട് കുറെ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നതല്ല സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയല്ല CBT എന്ന് പറയുന്നത്. CBT വളരെ പ്രോപ്പറായിട്ട് തിയററ്റിക്കലി ഡിറ്റർമിൻ ചെയ്തൊരു പ്രോസസ്സാണ്. ഞാനത് പറയുമ്പോൾ എപ്പോഴും ഞാൻ പിള്ളേരോട് പറയാറുള്ളതാണ്, ഒരു കേസ് വന്നിരുന്നിട്ട് പ്രോപ്പറായിട്ട് ഒരു തിയററ്റിക്കൽ ലെവലിൽ അതിന് അനലൈസ് ചെയ്യാൻ പറ്റാതെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ചിന്തയാണ്, നമ്മളത് കഴിഞ്ഞിരുന്ന ഒരു ക്ലയന്റ് നമ്മളെ കൺമുമ്പിൽ വന്നിരിക്കുമ്പോഴേക്ക് അയാൾ പറയുമ്പോഴേക്ക് അതിന്റെ ഉത്തരങ്ങൾ മുഴുവൻ കിട്ടും. നമുക്കിങ്ങനെ സംസാരിച്ചിരുന്നാൽ മതി എന്നൊക്കെ ചുമ്മാ തോന്നുന്നതാണ്. ഒന്നും സംഭവിക്കില്ല. വളരെ പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഒരു തെറാപ്പി പഠിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാനിപ്പോൾ MPhilഉം PhDയും കഴിഞ്ഞാൽ തെറാപ്പിയിലേക്ക് പോകാതെ പഠിക്കാനും വേണ്ടി പറ്റില്ല. അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കൺമുമ്പിൽ അല്ലെങ്കിൽ നമുക്കൊരു കേസ് വന്നിരിക്കുകയാണ്, ബെഡ് വെറ്റിങ്, പായൽ മൂത്രമൊഴിക്കുന്ന പറഞ്ഞാൽ എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മൾ ഒരു 2ാം ക്ലാസ്സിലെ കുട്ടിയും കൊണ്ട് വന്നിരിക്കുകയാണ്, മോള് പായൽ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മളെ ഞാൻ എപ്പോഴും തെറാപ്പികളെ കുറിച്ച് പറയുന്ന സമയത്തും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ പറയുന്നതാണ്. നിങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ് വൈകുന്നേരം മൂത്രമൊഴിക്കരുത്, വൈകുന്നേരം പിടിച്ച് മൂത്രമൊഴിപ്പിക്കണം, വെള്ളം കുടിക്കരുത്, എഴുന്നേൽപ്പിച്ച് മൂത്രമൊഴിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്രാവശ്യം ഒഴിക്കണോ 4 പ്രാവശ്യം ഒഴിക്കും. അത് നമ്മുടെ കോമൺ സെൻസ് ആണ്. തെറാപ്പി അല്ല. തെറാപ്പി വേറെ, കോമൺ സെൻസ് വേറെയാണ്. നമ്മൾ ഒരു റിലീജിയസ് ബിലീഫോ സംഗതികളൊന്നും എവിടെ ഉപയോഗിക്കാൻ പാടില്ല? പ്രോപ്പർ സൈക്കോതെറാപ്പിയിൽ ഉപയോഗിക്കാൻ പാടില്ല. സൈക്കോതെറാപ്പിയിൽ അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള പരിപാടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇംപ്രൂവ്മെന്റ് വരില്ല എന്ന് മാത്രമല്ല, അത് അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, വളരെ കൃത്യമായിട്ട് നിങ്ങൾ തെറാപ്പിയുടെ റൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, നൂൽപ്പാലത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് ഈ മനുഷ്യന്മാരെ നമ്മളെത്തേക്ക് വരുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങൾ എപ്പോഴായിരിക്കും ഒരു സൈക്കോതെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിനെ തേടി പോകണം? എപ്പോഴായിരിക്കും? അല്ലറ ചില്ലറ കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാനോ ചെറിയൊരു ഡിസിഷൻ മേക്കിനോ നമ്മുടെ നാട്ടിലെ ആളുകൾ പോവാറില്ല. ലേൺഡ് ഹെൽപ്ലെസ്നെസ് സ്റ്റേജിൽ ഒരു ഉത്തരം കിട്ടാത്തൊരവസ്ഥയിലേക്ക് ചത്തുപോകുന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് നമ്മളടുത്തേക്ക് അവർ വരുന്നത്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് അവരെ കെയർ ചെയ്ത് ഒരു തരത്തിലുള്ള കുറ്റബോധം ക്രിയേറ്റ് ചെയ്തെടുക്കാതെ, അവരെ ഉപദേശിക്കാതെ, സാന്ത്വനിപ്പിക്കാതെ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റിന്റെ വർക്ക് എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും ഡോക്ടേഴ്സിന്റെ ഒരു പാർട്ടിപ്പെട്ട ആളുകളല്ല, ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു പാർട്ടിപ്പെട്ട ആളുകളല്ല. സൈക്കോളജി എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡന്റ് പ്രൊഫഷനാണ്. അതിന്റെ രീതികൾ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അല്ലാതെ ഒരു സൈക്കാട്രിസ്റ്റ് ചെയ്യുന്ന രീതികളെ അല്ല ഒരു സൈക്കോളജിസ്റ്റ് ഫോളോ ചെയ്യാറുള്ളത്. അറൗണ്ട് ഒരു 3 സെഷനൊക്കെ കഴിയുമ്പോഴേ ആ വ്യക്തിയുടെ റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ തന്നെ ആലോചിച്ചു, ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്തു, എന്താ റാപ്പോ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിന്നേ വരെ കാണാത്തൊരു വ്യക്തി, ലോകത്തിന്നേ വരെ കാണാത്തൊരു വ്യക്തി ആയിട്ടുള്ള അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി മാറിയെങ്കിലല്ലേ അയാൾ നമ്മളോട് പറയുള്ളൂ. എല്ലാ സ്വന്തം അപ്പനോടും അമ്മയോട് പോലും പറയാത്തൊരു കാര്യങ്ങൾ എങ്ങനെ ഇതുവരെ കാണാത്തൊരു മനുഷ്യനോട് റൂമിൽ കയറുന്നു പറയാൻ വേണ്ടി പറ്റുമോ? അയാൾ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട്
നമ്മളോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അയാളെ മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും? ലോകത്ത് ഒരാൾക്കും വേറൊരാളുടെ മനസ്സിലിരിക്കുന്ന വായിക്കാനുള്ള കഴിവൊന്നുമില്ല, ഒരു സൈക്കോളജിസ്റ്റിനും ഇല്ല. ക്ലയന്റ് പറയുന്നതിന് സംസാരിക്കുന്നതിലൂടെ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ നടത്താൻ വേണ്ടി മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ വളരെ ജെന്യുവൻ ആയിട്ട് നമ്മളോട് അവർ ഇടപെടണമെങ്കിൽ അത്ര എമ്പതിയോടുകൂടി കൺസിഡറേഷനോടുകൂടി ആ ക്ലയന്റിനെ നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, CBT അതാണ് ഞാൻ പറഞ്ഞത്. CBT ഒരു തിയററ്റിക്കലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്രോപ്പർ ആയിട്ടുള്ള കോഗ്നിറ്റീവ് തിയറികളും ബിഹേവിയറിസം തിയറികളും വളരെ പ്രോപ്പറായിട്ട് പഠിച്ച് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ എന്നും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ദിവസം നിങ്ങളെ കണ്ടിട്ട് ഞാൻ മിണ്ടാതെ നടന്നുപോയി എന്ന് വിചാരിക്കാം. എന്നും ഞാൻ നിങ്ങളെ കണ്ട് കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് രാവിലെ നിങ്ങളെ കണ്ടപ്പോൾ മുഖത്തേക്ക് നോക്കി മിണ്ടാതെ നടന്നുപോയി. ഞാൻ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, റാഷണൽ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്താ തിങ്ക് ചെയ്യേണ്ടത്? പ്രജീഷ് എന്നെ കണ്ടിട്ടില്ല, ഇന്നലെ വരെ സംസാരിച്ചു പോയതാണ്, പ്രജീഷ് എന്നെ കണ്ടിട്ടില്ല. അതല്ലെങ്കിൽ പ്രജീഷ് എന്നെ കണ്ടു മിണ്ടിയില്ല. പ്രജീഷ് മിണ്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതാണ് വളരെ റാഷണലി തിങ്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാനുള്ളത്. പ്രജീഷ് സംസാരിക്കുന്നതുകൊണ്ടല്ലോ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പ്രജീഷ് കണ്ടു, മിണ്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആൻഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് എന്താ ചിന്തിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇച്ചിരി ആൻസൈറ്റി മോഡലാണ് നമ്മളുടെ തോട്ട് പാറ്റേൺ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എന്താ ചിന്തിക്കുക? നമ്മൾ എന്തായിരിക്കും പ്രതീക്ഷ ഉണ്ടാക്കുന്നത്? പറ്റി ആരെങ്കിലും അത് പറഞ്ഞു കൊടുക്കുന്നിടത്തിൽ അപകടം പറ്റും, പുള്ളി എന്തോ ചെയ്യും, അങ്ങനെ നിർത്താതെ കറങ്ങാൻ തുടങ്ങും. നമ്മുടെ തോട്ട്സ്, ഓട്ടോമാറ്റിക് തോട്ട്സുകൾ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാകും. അതായത് ഒരു ഇറാഷണൽ ബിലീഫ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് കറങ്ങാൻ വേണ്ടി പോവാം. നേരെ മറിച്ച് ഒരു ഡിപ്രഷൻ ഇരിക്കുന്ന ആളുകൾ അങ്ങനെയല്ല ചിന്തിക്കുക, വേറൊരു മോഡലായിരിക്കും അവരുടെ ഫംഗ്ഷൻ നടക്കുക. എന്തായിരിക്കും പ്രതീക്ഷനോട് മിണ്ടാതിരിക്കുന്നത്? എന്താ മിണ്ടാത്തത്? ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കും. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് പിന്നെ അവരുടെ തോട്ട് പാറ്റേൺ വരെ എങ്ങനെ പ്രതീക്ഷ മിണ്ടാനാ? എനിക്കൊരു കഴിവില്ലല്ലോ, ഞാനൊരു മണ്ടനല്ലേ, ഒരു ബോധമില്ലാത്തവനല്ലേ, എങ്ങനെ പ്രതീക്ഷ മിണ്ടാ? എന്നോട് പ്രതീക്ഷ മിണ്ടാനുള്ള സാധ്യതയില്ല. സെൽഫിനെ നമ്മൾ താത്തി കാണും. അടുത്ത റൂട്ട് എന്ന് പറഞ്ഞാൽ എൻവയൺമെന്റ് ആണ്. പ്രതീക്ഷന് മാത്രമല്ല എന്നോട് ഇഷ്ടമില്ലാത്ത, എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും എൻ്റെ കാമുകനും ആർക്കും എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. എൻവയൺമെന്റ് ആണ്. നെക്സ്റ്റ് ഫ്യൂച്ചറാണ്. ഇനി ഞാൻ രക്ഷപ്പെടാൻ പോകണമെന്നില്ല, ഞാൻ നശിച്ചുപോയി. ഈ 3 റൂട്ടിലൂടെയാണ് നമ്മളെ തോട്ട്സ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് കോഗ്നിറ്റീവ് ട്രയാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഓരോ തരത്തിലും നമ്മളെ തോട്ട്സുകൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും ഇതിന്റെ ഫ്രെയിം വർക്കുകൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാത്തോളജിക്കൽ റൂട്ടിലൂടെയാണ് പോകണമെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ അനാലിസിസ് ആണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലെ ഒരു പകുതിയോളം സെഷനിൽ നമ്മൾക്ക് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു പാർട്ടാണ് ഈ തോട്ട് പാറ്റേണിന്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യാന്ന് പറയും. അതിലാണ് ഈ ഓട്ടോമാറ്റിക് തോട്ട്സുകൾ, ഇന്റർമീഡിയറ്റ് ബിലീഫുകൾ, അതിൽ കോർ ബിലീഫുകളെ ചകഞ്ഞെടുത്തിട്ട് ഇതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഈ മനസ്സിലാക്കിയെടുത്ത കോർ ബിലീഫിനെ കത്രി ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം. ആ കട്ട് ചെയ്യുന്ന മെത്തേഡാണ് തെറാപ്പിയിലെ സോക്രാറ്റിക് ഡയലോഗ് എന്ന് പറയുന്നത്. ഒട്ടും ഉപദേശം വരാൻ വേണ്ടി പാടില്ല, സജഷൻസ് വരാൻ വേണ്ടി പാടില്ല, ഒരു ഇൻഫ്ലുവൻസിങ് സംഗതികളില്ലാതെ സയന്റിഫിക് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഫങ്ഷൻ ഡിസ്പ്യൂട്ട്, എംപിരിക്കൽ ഡിസ്പ്യൂട്ട്, ലോജിക്കൽ ഡിസ്പ്യൂട്ട്, ഫിലോസോഫിക്കൽ ഡിസ്പ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വളരെ സ്ട്രക്ചേർഡ് ആയി ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് വളരെ റാഷണൽ പാറ്റേണിലേക്ക് ഈ കോർ ബിലീഫിനെ മാറ്റിയെടുത്തതിന് ശേഷം അയാളെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് CBT. ഈ 3 പാറ്റേൺ ആണ് വരിക, 3 സ്റ്റൈലാണ് വരിക. ആദ്യം തോട്ട്സിനെ മൊത്തം നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അതിൽ ഏറ്റവും പാത്തോളജിക്കൽ ആയിട്ടുള്ള സംഗതികൾ മാത്രം അരിച്ചെടുക്കുന്നു, ബാക്കിയുള്ള അവിടെ നിലനിർത്തുന്നു. ഈ ഹൈലി പാത്തോളജിക്കൽ ആയിട്ടുള്ള സംഗതികൾ നമ്മളെ കത്രി ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് നോർമലാക്കി എടുക്കുന്നു. ഇനി അയാളിലേക്ക് ജീവിക്കാൻ വേണ്ട ഒരുപാട് സ്കില്ല്, ചിലപ്പോൾ അസർട്ടീവ് സ്കില്ലുകളായിരിക്കാം, സോഷ്യൽ സ്കില്ലായിരിക്കാം, ഇങ്ങനെ പലതരത്തിലുള്ള സ്കില്ലുകൾ അയാളുടെ ലൈഫിന്റെ സർവൈവലിന് വേണ്ടിയുള്ള സ്കില്ലുകൾ അയാൾ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ സ്റ്റേജുകളിലൂടെ ആണ് CBTന്റെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിന്റെ പ്രോസസ്സുകൾ മൂവ് ചെയ്യാറുള്ളത്. ചെയ്ത് പഠിക്കുന്ന വേണം കേട്ടോ. തിയററ്റിക്കലി വായിച്ച് നിങ്ങളൊരു ക്ലയന്റിനെ ചെയ്ത് ശരിക്കും നിങ്ങൾ ആരെടുത്തെങ്കിലും ഒരു സൂപ്പർവിഷൻ എടുക്കുകയാണെങ്കിൽ, ഇന്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരു ചടങ്ങാക്കി നിങ്ങൾ മാറ്റരുത്. എവിടെയെങ്കിലൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മെന്റൽ ഹോസ്പിറ്റലൊക്കെ പോയി കുറേ
എന്താ പറയുക, ഈ സൂലൊക്കെ എക്സിബിഷനൊക്കെ പോയ പോലെ അങ്ങനെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നിട്ട് അതെല്ലാം ഒരു തെറാപ്യൂട്ടിക് എക്സ്പീരിയൻസ് എടുക്കുക എന്ന് പറഞ്ഞ ഒരു 5 or 10 കേസുകൾ മിനിമം ഒരു 6 months ഒരു തെറാപ്പിസ്റ്റിന്റെ അണ്ടറിൽ നിന്ന് ഒരു 10 കേസെങ്കിലും ഒരു 10 സെഷനെങ്കിലും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത് കൂടെ ഇരുന്ന് പഠിക്കുന്നതാണ് ഒരു കൗൺസിലിംഗ് സൂപ്പർവിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പേരൊന്നും അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ വെച്ച് ചെയ്യിപ്പിച്ചെടുക്കണം. ഒറിജിനൽ കേസുകളിൽ ചെയ്ത് തുടങ്ങണം, അപ്പോഴേ ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. അത് കൗൺസിലിംഗ് സെറ്റിങ്സിലാണെങ്കിലും ക്ലിനിക്കൽ സെറ്റിങ്സിലാണെങ്കിലും അതിൻ്റെ ഈ റാഷണാലിറ്റി ബിൽഡപ്പ് ചെയ്ത് വരാൻ വേണ്ടി നമുക്ക് സൂപ്പർവിഷൻ ട്രെയിനിങ് ആ മൊമെന്റിൽ ആവശ്യമായിട്ട് വരും. ഓക്കെ ആണല്ലോ. CBT തിയററ്റിക്കലി ഡിറ്റർമിൻഡ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ CBT ബേസ്ഡ് ഓൺ കൊളാബറേറ്റീവ് മോഡൽ എന്ന് പറയും. ബേസ്ഡ് ഓൺ കൊളാബറേറ്റീവ് മോഡൽ എന്ന് പറയും. അതൊരു എക്ലറ്റിക്കൽ മോഡലാണ് CBT എന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാവരും വിചാരം എക്ലറ്റിക് മോഡൽ എന്ന് പറയുന്നത് നമ്മളൊരു കേസ് വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ തിയറികളും ഉള്ളിപ്പറിക്കിരിക്കുന്നതാണുള്ള ചിന്ത. ഇത് കുറച്ച് സൈക്കോഅനാലിസിസ് ആണ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ്, അത് കുറച്ച് കത്താസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ കുറച്ച് ലേണിംഗ് നടന്നതാണ്, ഇവിടെ കുറച്ച് കോഗ്നീഷൻ ആണ്, ഇവിടെ കുറച്ച് സെൽഫ് ആക്ച്വലൈസേഷൻ കുറവാണ്. ഇങ്ങനൊന്നും കൂട്ടിക്കുഴച്ചെടുക്കുന്ന മെത്തേഡിനല്ല എക്ലറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. വളരെ സയന്റിഫിക് ആയി ഡിഫറെന്റ് തിയററ്റിക്കൽ റൂട്ടുകളെ കൊളാബറേറ്റ് ചെയ്തുണ്ടാക്കുന്നതിനാണ് നമ്മൾ കൊളാബറേറ്റീവ് എക്ലറ്റിക് മെത്തേഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ CBT കോഗ്നിറ്റീവ് തിയറി എൻറ്റേർലി ഡിഫറെന്റ് ആണ് ബിഹേവിയറിസം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ബിഹേവിയറിന് ശേഷം തോട്ട് ഫോം ചെയ്യുന്നു എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നതെങ്കിൽ തോട്ടിന് ശേഷമാണ് ബിഹേവിയർ ഫോം ചെയ്യുക എന്നാണ് കോഗ്നിറ്റിവിസ്റ്റുകൾ പറയുന്നത്. എൻറ്റേർലി കോൺട്രാഡിക്ടറി ആയി കിടക്കുന്ന 2 തിയറികൾ, അതാണ് കോഗ്നിറ്റീവ് തിയറികളും ബിഹേവിയർ തിയറിനെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം കുറെ അപ്ഡേഷൻ നടന്നിട്ടുണ്ട് കേട്ടോ. CBT REBT ആണ് ഒരു തേർഡ് വേവ്, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ് എന്നാണ് നമ്മൾ കോഗ്നിറ്റീവ് തെറാപ്പികൾ, ബിഹേവിയർ തെറാപ്പികൾ നമ്മൾ ചെയ്യാറുള്ളത്. അതായത് ഫസ്റ്റ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയും. നമ്മളെ കറക്റ്റ് പറയുകയാണെങ്കിൽ പാവ്ലോയുടെ തിയറികൾ ഉപയോഗിച്ചിട്ട് ഇൻവളണ്ടറി ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന തെറാപ്പികളെ നമ്മൾ ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. വളണ്ടറി റിയാക്ഷൻസിനെ മാനേജ് ചെയ്തിട്ടാണുള്ള സ്കിന്നറിയൻ തിയറിനെ ഉപയോഗിക്കുന്നത് നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻസ് എന്ന് പറയും. ഇതാണ് ഫൗണ്ടേഷൻ, ബിഹേവിയർ തെറാപ്പിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കോഗ്നിറ്റിവിസം എന്ന് പറഞ്ഞ ഒരു തിയററ്റിക്കൽ റൂട്ട് വന്നതിന് ശേഷം ഡെവലപ്പ് ചെയ്തൊരു തെറാപ്പികളാണ് CBTയും REBTയും. അത് REBTന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇമോഷണൽ കോമ്പണൻസിന് പ്രാധാന്യം കൊടുക്കുക ചെയ്യാം. ഇമോഷണൽ ആപ്ലിക്കേഷൻസ് വളരെ കറക്റ്റ് ആണ് കേട്ടോ. അത് REBT പറയുമ്പോൾ CBT കുറേയൊക്കെ ഇപ്പോൾ CBTക്കാരൊക്കെ ഇമോഷണൽ ഇന്റർവെൻഷൻസ് യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം, തോട്ട്സ് മാറിക്കഴിഞ്ഞാലും നമ്മുടെ ഇമോഷൻസ് അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രേക്കപ്പ് ഒക്കെ നടന്നു എന്ന് വിചാരിക്കാം, ആ വൃത്തിയിടം പോയത് നന്നായി എന്നാണ് മനസ്സിലുള്ളതെങ്കിലും നമ്മളെ ഇമോഷൻ നമ്മൾ വിചാരിച്ചോണ്ട് നിൽക്കില്ല, കിടന്ന് ആർത്തലച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ തോട്ട്സ് വേറെ വഴിക്ക് പോയാലും ഇമോഷൻസ് നമ്മളങ്ങനെ റൂട്ടഡ് ആയി വരും. അപ്പൊ ഇമോഷൻസിനെയും കൂടി കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് എല്ലീസ് അതിൽ ഇമോഷണൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്. അതാണ് എല്ലീസിന്റെ REBT അല്ലെങ്കിൽ ബെക്കിന്റെ CBT. ഈ 2 റൂട്ടായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ അടുത്തൊരു 10 വർഷത്തെ ഒരു ഇമ്പ്രൂവ്മെന്റ്, വളരെ കൃത്യമായിട്ടൊരു മാറ്റം എടുത്ത് നോക്കുകയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സൈക്കോതെറാപ്പികളാണ് കുറച്ചും കൂടി പ്രോമിനന്റ് ആയിട്ട് കിടക്കുന്നത്. അത് ഈസ്റ്റേൺ തിയറികളാണ്, ബുദ്ധിസം സൂഫിസത്തിന്റെ ഒക്കെ റൂട്ടുകൾ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൈക്കോതെറാപ്പികളാണ്. MBCT, MBSR, ACT, DBT എന്നൊക്കെ പറയും. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി, അക്സെപ്റ്റൻസ് കമ്മിറ്റ്മെന്റ് തെറാപ്പി, ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. ചില സ്പെസിഫിക് ആയുള്ള കേസുകൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഡിപ്രഷന്റെ ഹെവി റൂട്ടഡ് ഡിപ്രഷനിലേക്ക്, ഗ്രീഫിനൊക്കെ നമ്മൾ ഉപയോഗിക്കുക MBCT ആണ്. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾക്ക് MBSR, അതുപോലെ അഡിക്ഷൻ, അതുപോലെ എന്താ പറയുക പേഴ്സണാലിറ്റി ഡിസോർഡറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ DBT ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള സംഗതികൾ മാറ്റിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. എൻ്റെ ഡോക്ടറേറ്റ് വർക്ക് MBCTയിലായിരുന്നു, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പിയിലാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡും MBCT തന്നെയാണ്. അതായത് CBTയും മൈൻഡ്ഫുൾനെസിന്റെ ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് മെത്തേഡാണ് MBCT. അപ്പൊ ഐഡിയ കിട്ടിയല്ലോ. CBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളാബറേറ്റീവ് മെത്തേഡാണ്. അതുപോലെ CBT ടൈം ലിമിറ്റഡ് ആണ്.
നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും എന്താ പറയുക, സൈക്കോ അനാലിസിന് തെറാപ്പിസ്റ്റുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഈ വിന്നിക്കോട്ട് മെലാനി ക്ലീൻ്റെ ഒക്കെ സൈക്കോ അനാലിസിന്റെ തിയറികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ചില ബ്രീഫ് സൈക്കോ അനാലിറ്റിക് ടെക്നിക്കൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും ഒറിജിനൽ ആയിട്ട് ക്ലാസിക്കൽ സൈക്കോ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പണ്ട് കൊൽക്കത്തയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിരീന്ദ്ര ശേഖർ ബോസിന്റെ കാലത്ത്. അതിന് ശേഷം പിന്നെ അതിന് വലിയൊരു ഡെവലപ്മെന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സുധീർ കാക്കറിനെ പോലെ ആശിഷ് നന്ദിനെ പോലുള്ള ആളുകളൊക്കെ സൈക്കോ അനാലിസിസ് സംസാരിക്കാറുണ്ടെങ്കിലും പ്രോപ്പർ തെറാപ്യൂട്ടിക് ലെവലിൽ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം അതൊരു ഭയങ്കരമായിട്ട് ടൈം വേണ്ട ഒരു പ്രോസസ്സാണ്. 2-3 വർഷം ചിലപ്പോൾ ഒരു തെറാപ്യൂട്ടിക് സെഷന് വേണ്ടി എടുക്കും. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല നമ്മൾ. പിന്നെ ബേസിക്കലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടെക്നിക്കാണ് CBT എന്ന് പറയുന്നത്. ഒരു 12 to 16 സെഷൻ വരെ നമ്മൾക്ക് എടുത്തിട്ട് വളരെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയി വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലേക്ക് ചെയ്ത്, ഹെവി കേസുകളൊക്കെ ആണെങ്കിൽ വീക്ക്ലി 2 എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എടുക്കാറുണ്ട്. അതല്ലെങ്കിൽ 16 സെഷനിലോടുകൂടെ നമ്മൾ തീർക്കുന്ന ഒരു മെത്തേഡാണ്. ആദ്യത്തെ ഫസ്റ്റ് ഫേസ് അയാളെ ഫിസിക്കലി നമ്മൾ ഹാൻഡിൽ ചെയ്തെടുക്കും. ആ സെക്കൻഡ് ഫേസിൽ അയാളെ റാഷണൽ തോട്ട്സുകളൊക്കെ റാഷണൽ ആക്കി എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് ഫേസിലേക്ക് വരുമ്പോൾ അയാളെ സെൽഫ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള സ്കില്ലുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. ഈ ഒരു 3 പാർട്ടിലൂടെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അതൊരു ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ CBT തെറാപ്പി പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ആഴ്ച കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കൃത്യമായുള്ള തെറാപ്പി പ്ലാൻ ഉണ്ടാക്കി വെക്കും. ആ പ്ലാനിലൂടെയാണ് ബാക്കിയുള്ള സെഷൻസ് നമ്മൾ ചെയ്തു തീർക്കുക. ഓരോ തെറാപ്പിക്ക് വരുന്ന ആളുകൾക്കും ഓരോ തെറാപ്യൂട്ടിക് പ്ലാന് വേണം, അല്ലെങ്കിൽ അത് പാളിപ്പോകുന്നത്. ഇപ്പൊ നമ്മുടെ സാധാരണ തെറാപ്പിസ്റ്റുകളൊക്കെ ചെയ്യുന്ന മെത്തേഡ് ആര് വന്നാലും കുറച്ച് JPMR കൊടുക്കുന്നു, കുറച്ച് റിലാക്സേഷൻ കൊടുക്കുന്നു, കുറച്ച് ജേണലിംഗ് കൊടുക്കുന്നു. ഈ ലൊട്ടിലൊടുക്ക് പരിപാടികളൊന്നും ആളുകളുടെ അസുഖം മാറില്ല. നിങ്ങളൊരു മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ തലവേദന ഉണ്ടാവില്ല, നിങ്ങൾക്ക് വലിയ ആരോപണങ്ങളും ഉണ്ടാവില്ല. ഈസിയാണത്. കാരണം നിങ്ങളെ കൊണ്ടാണോ അല്ലെങ്കിൽ ഈ സൈക്കാട്രിസ്റ്റിനെ കൊണ്ടാണോ രോഗം മാറിയെന്ന് ആർക്കും ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങളൊരു കൗൺസിലിംഗ് സെറ്റിംഗ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത്. 3-4 സെഷൻ കഴിഞ്ഞിട്ട് ആളുകൾക്ക് വ്യത്യാസം വന്നില്ല, അവർ തിരിച്ച് ചോദിക്കും നമ്മളടുത്ത്. നമ്മൾ റെസ്പോൺസിബിൾ ആണ്, നമ്മൾ കാശ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഏറ്റവും ടഫായിട്ട് CBT ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കൗൺസിലിംഗ് സൈക്കോളജി സെറ്റിംഗ്സ് എന്നുള്ള മനസ്സിലാക്കിയെടുക്കുക. എല്ലാവരും പെട്ടെന്ന് ചെയ്തുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പറഞ്ഞ ഒരു പരിപാടിയാണ് സാധാരണ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയാറുണ്ട്. പക്ഷെ അത്രയും തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെക്കരുത്. ഓക്കെ, മനസ്സിലായല്ലോ. CBT ഒരു ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവായി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മോഡലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതൊരു ഹിയർ ആൻഡ് നൗ പ്രോസസ് എന്നൊക്കെ പറയും. അതായത് പഴയ കാലഘട്ടങ്ങളിൽ പോയിട്ട് അയാളുടെ തോട്ട്സിനെ മുഴുവൻ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ സൈക്കോ അനാലിസിസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് 3-ാമത്തെ വയസ്സിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് കറക്ഷൻ നടത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരിക ചെയ്യാം. അത്തരത്തിലുള്ള പ്രോസസ്സുകളൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ അയാളുടെ തോട്ട് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്ന് നോക്കാൻ വേണ്ടി മാത്രമേ അയാളുടെ റൂട്ടഡ് തോട്ട്സുകൾ എടുക്കുന്നുള്ളൂ. നമ്മൾ കറന്റ് അയാളെ ഫങ്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിനെ മാറ്റിയെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻകാർ വളരെ വൃത്തികെട്ടവരാണെന്നുള്ള തോട്ട് പാറ്റേൺ എനിക്കുണ്ടെന്ന് വിചാരിക്കും. എനിക്കൊരു പക്ഷേ കേരളത്തിലൊന്നും ജീവിക്കുമ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ പറയുന്നൊരു ലോജിക്ക് മനസ്സിലായില്ലേ? പാകിസ്ഥാൻ വളരെ മോശമാണ്, നമ്മുടെ ശത്രുക്കളാണെന്നുള്ള ചിന്ത വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്ക് കേരളത്തിൽ ജീവിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ചിലപ്പം ക്രിക്കറ്റ് കളിയൊക്കെ വരുമ്പോൾ ആവേശത്തിലൊക്കെ ചാടി കളിക്കാനൊക്കെ പറ്റും. ഈ ബിലീഫ് സിസ്റ്റം വെച്ച് ഞാനൊരു ദുബായിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? നമ്മുടെ ഈ തോട്ട് എവിടെ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നുള്ളിടത്ത് വെച്ചിട്ടാണ് ഇത് ഇടിക്കാൻ തുടങ്ങുന്നത്. ഞാൻ പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. അപ്പോൾ എവിടെയാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്, ഏത് ഇറാഷണൽ തോട്ട്സുകളാണ് നമ്മളെ ബാരിയറായിട്ട് കിടക്കുന്നതെന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ മോഡിഫൈ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വരുന്നൊരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്ത് വേറെ ഫിലോസഫിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സുകളും CBTയിൽ ഉപയോഗിക്കാറില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മെയിൻലി കോറായിട്ട് റൂട്ടഡായി കിടക്കുന്ന പാത്തോളജിക്കൽ ആയിട്ടുള്ള തോട്ട് പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യാന്നുള്ള സാധനം മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, പിന്നെ ഇത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് CBT ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ റാഷണാലിറ്റി ഉണ്ട്. നമ്മൾക്കൊരു സെൽഫ് എക്സ്പെരിമെന്റേഷൻ നടത്തുന്നത് നമ്മളെ തോട്ട്സുകൾ കറക്റ്റ് ആണോ എന്നുള്ളത് നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ ഫ്രോയിഡൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ സൈക്കോ അനാലിസിസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം സൈക്കോ അനാലിസിന് വിധേയനാവണം എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് CBT സെൽഫ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം.
ഞാൻ എന്തുകൊണ്ടാണ് അയാളെ ചീത്ത വിളിച്ചത്, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം, എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ കരച്ചിൽ വന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എന്ന റൂട്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണം. നമ്മൾ ഏത് പേഴ്സണാലിറ്റി പാറ്റേണിലാണ് നമ്മൾ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്ലയന്റ് വരുമ്പോൾ അയാൾ ഡിപ്രഷൻ ആണോ ആൻസൈറ്റി ആണോ എന്ന് നോക്കുകയല്ല, ആ വ്യക്തിയുടെ ആൻസൈറ്റി ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം ആദ്യം. ഞാൻ പറഞ്ഞ ക്ലിനിക്കൽ ആൻസൈറ്റി അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ സർവൈവൽ പാർട്ടാണ് നമ്മൾ ഓരോ മനുഷ്യന്റെ. എനിക്ക് നിങ്ങൾക്കൊക്കെ ആൻസൈറ്റി ഉണ്ട്. ആൻസൈറ്റി നമ്മളൊന്നും ചെയ്യില്ലല്ലോ ലോകത്ത്, ഒരു പ്രൊഡക്റ്റീവ് സംഗതികളും നമ്മൾ ആൻസൈറ്റിയിലേയും ചെയ്യില്ല. ഈ ആൻസൈറ്റി ലെവല് നമ്മളെ ഫങ്ഷൻ ചെയ്യുന്നതിന് എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ്. ആ ലെവലിലാണ് നമ്മൾ നോക്കുക. സെക്കൻഡ് നമ്മൾ ഏത് റൂട്ടാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മൂഡാണ് നോക്കേണ്ടത്. ഒരു നോർമൽ മൂഡിലാണോ നമ്മൾ ഇരിക്കുന്നത്, അതല്ലെങ്കിൽ ഇച്ചിരി അത്ലറ്റിക് മൂഡിലോ ഒരു എക്സെൻട്രിക് മൂഡിലാണോ, അത് കുറച്ചുകൂടി എന്താ പറയുക ഹൈപ്പോമാനിയയിലേക്കോ മാനിയയിലേക്കോ ചാടിക്കേറിപ്പോയോ, അതല്ലെങ്കിൽ നമ്മളൊരു ഇച്ചിരി സാഡ്നെസ്സിലാണോ ഇരിക്കുന്നത്, അതിലൊരു ഡിസ്തീമിയ ഫേസിലേക്കോ ഡിപ്രഷൻ ഫേസിലേക്കോ താഴോട്ട് പോയോ, അതല്ലെങ്കിൽ സൈക്ലോത്തിമിക് ഫേസിൽ ഇങ്ങനെ കിടക്കുകയാണോ, അതോ ബൈപോളാർ ഫേസിലേക്ക് ഇങ്ങനെ മാറിപ്പോയോ. രോഗം എന്നുള്ള സ്പെസിഫൈ ചെയ്തിട്ടല്ല ഞാനീ പറയുന്നത്. ആ മൂഡ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള സാധനമാണ് നമുക്ക്. സെറോട്ടോണിനും ഡോപ്പമിൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പുറത്ത് എന്താണ് അഡ്രിനാലിനും കോർട്ടിസോളിനും എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പാറ്റേൺ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ കോർ റൂട്ട് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഏത് പേഴ്സണാലിറ്റി പാറ്റേണിൽ കിടക്കുന്ന മനുഷ്യന്മാരാണ്. നമ്മളൊക്കെ ഓരോ പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ്. ഡിസോർഡർ എന്നല്ല ഞാൻ പറയുന്നത്. ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണോ, പാരനോയിക് ആണോ, എന്താ പറയുക സ്കിസോയിഡ് ആണോ, അതല്ലെങ്കിൽ സ്കിസോട്ടിപ്പൽ ആയിട്ടുള്ള തോട്ട് പാറ്റേണാണോ നമ്മൾ കിടക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ സംഗതികൾ റോസിപ്പിറ്റി ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണ്. നമുക്കൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോകണമെങ്കിൽ ഒരു 10 ആൾ കൂടെ വരണം എന്നുള്ള ചിന്തയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നു. അതിന് പറ്റാത്ത സമയത്ത് മാത്രമേ ആളുകൾ ആശ്രയിക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഇമോഷണൽ ഡിപ്പെൻഡന്റ് അല്ല. നമുക്ക് തന്നെ നമ്മുടെ കേരളത്തിലെ കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചറിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആയി മാറും എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഫങ്ഷൻ ചെയ്യുന്നുള്ള അവസ്ഥയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കോംബോ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു ഇമോഷണൽ ഡിപ്പെൻഡന്റ് ഉണ്ടാവും, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാവും. NPD അതല്ലെങ്കിൽ ഈ ഇമോഷൻ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഈ ടോക്സിക് ബോണ്ട് പോലൊരു സാധനം കിടക്കുന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് കോർ റൂട്ടായിട്ട് പോണേ. പാരനോയിക് ആണോ, സസ്പീഷ്യസ് ആയിട്ടാണോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, അവോയ്ഡന്റ് ആയിട്ടാണോ നമ്മൾ പാറ്റേൺ ഫോം ചെയ്തു വരുന്നത്. OCPD ഡിസോർഡർ എന്നുള്ള ലെവൽ എടുക്കണ്ട കേട്ടോ. നമ്മളൊരു ഒബ്സസീവ് കമ്പൾസീവ് ആയിട്ടുള്ള ആളുകളാണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നൊക്കെ പറയും. യെസ് ഓർ നോ, ഗ്രേ ഷെയ്ഡുകളൊന്നും കാണാൻ പറ്റാത്തൊരു പാറ്റേൺ ആണ്. അതായത് 95% സക്സസ് എന്ന് പറഞ്ഞാൽ 94 ഫെയിലിയർ ആയിരിക്കും. അതല്ലാതെ ഇച്ചിരി മാർക്ക് കുറഞ്ഞു ഇങ്ങനൊരു സാധനം ഉണ്ടാവും. ഗ്രേ ഷെയ്ഡ് ഉണ്ടാവില്ല, ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം കാണാൻ പറ്റാത്തൊരു പാറ്റേണിലായിരിക്കും നമ്മൾ ഫങ്ഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ വരുന്ന ക്ലയന്റും ഏത് പേഴ്സണാലിറ്റി പാറ്റേണിലാണ് കിടക്കുന്നത് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ സബ്സ്റ്റൻസുകൾ ബോഡിയിലേക്ക് വരുന്നതാണോ നോക്കണം. കള്ളോ കഞ്ചാവോ ബ്രൗൺ ഷുഗറോ. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, സ്പൈസസ് ഇതൊക്കെ വാരി വലിച്ച് കഴിക്കണം. പാത്തോളജിക്കൽ കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്ത് പോവാം. അപ്പൊ ആ ഒരു പാറ്റേൺ എടുക്കണം. ഒരാളുടെ ആക്ടിവിറ്റി ലൈഫ് സ്റ്റൈലിന്റെ ഷെഡ്യൂളുകൾ എടുക്കണം. ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ കേസിന് ഒരു കേസ് സമ്മറി എന്നാണ് പറയുക. ഈ കേസ് സമ്മറി ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ CBTന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. ഡിസൈനിങ് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കേണ്ടതല്ല. ആ വ്യക്തിയുടെ താല്പര്യത്തോടു കൂടി നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും CBT എന്ന് പറയുന്നത്. ആശ്വസിപ്പിക്കുക, സാന്ത്വനിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടിയും CBTയിൽ ഉണ്ടെന്ന് വിചാരിക്കരുത്. അത് ശരിയല്ല. നിങ്ങൾക്ക് സിമ്പതി വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ആളുകളെ സാന്ത്വനിപ്പിക്കാൻ തോന്നുന്നത്. എംപതി ആണെങ്കിൽ ആശ്വസിപ്പിക്കലോ സാന്ത്വനിപ്പിക്കലോ എന്നല്ല അവിടെ വരിക. വളരെ കൃത്യമായിട്ടൊരു ഡിസിഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് മാത്രമേ നമ്മളോട് ചിന്തിക്കുകയുള്ളൂ. ഒരാൾ വെള്ളത്തിലേക്ക് വീണ് കണ്ടിട്ട് ആർത്തലച്ച് കരയുക ആര് മാത്രമേ അറിയുള്ളൂ? എനിക്ക് ചാടാൻ പറ്റൂല എന്ന് ഉറപ്പുള്ളവർ മാത്രമേ അറിയുള്ളൂ. ചാടി എടുക്കാൻ താല്പര്യമുള്ളവൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവും. എല്ലാത്തിനും ഓടിപ്പോയിട്ട് ആരെങ്കിലും ചാടാൻ പറ്റുന്നത് വിളിച്ചുകൊണ്ടുവരുന്നുണ്ടാവും. കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കൂല. നമ്മൾ എവിടെ നിന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ നിസ്സാര ആണ്, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കരയാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നമ്മളൊരു ഡിഫൻസ് ആണ്.
അപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. കൗൺസിലിംഗ് സിറ്റുവേഷനിൽ ഒരു സാന്ത്വനിപ്പിക്കലോ ആശ്വസിപ്പിക്കലോ ഉപദേശിപ്പിക്കലോ കുറ്റബോധം ഉണ്ടാക്കുന്ന പരിപാടികളോ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് സംഗതികളൊക്കെ പറഞ്ഞിട്ട് അയാളെ വട്ടം കറക്കലോ ഒന്നുമല്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ പ്രോപ്പറായിട്ടുള്ള തിയററ്റിക്കൽ റൂട്ടിലൂടെ അയാളെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു തരത്തിലുള്ള നമ്മുടെ ചിന്തകളും ബയാസ്ഡ് ആയിട്ടുള്ള തോട്ട്സുകളും ക്ലയന്റിലേക്ക് ഇൻജെക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ നോക്കുക. അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യാൻ വളരെ പ്രോപ്പർ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ അയാളെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടും. ഓക്കെ, പിന്നെ CBT എന്ന് പറഞ്ഞൊരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാന്ന് പറയും. സ്കിൽ ബേസ്ഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഒരു സ്കില്ലാണ്. ഒരാൾ ജനിക്കുമ്പോഴേക്ക് ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്നൊന്നുമില്ല, സ്കില്ലാണ്. നിരന്തരം ചെയ്തിട്ട് നമ്മളുടെ ഭാഗമായിട്ട് മാറുന്ന ഒരു സാധനമാണ് സ്കിൽ എന്ന് പറയുന്നത്. ആദ്യമൊക്കെ നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് നമുക്കറിയാം, സ്റ്റിയറിംഗ് ഒക്കെ ഓടിച്ചുമ്പോൾ വലിച്ചു പിടിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ കാലം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് അതങ്ങനെ മാറിപ്പോകും. അതുപോലെ വളരെ കൃത്യമായി ഒരു സെയിം പ്രൊസീജിയർ ചെയ്ത് 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 വളരെ നാച്ചുറൽ ആയിട്ട് വരണം. അപ്പൊ ഡിസ്പ്യൂട്ടിങ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫംഗ്ഷൻ ഡിസ്പ്യൂട്ട്, എംപിരിക്കൽ ഡിസ്പ്യൂട്ട്, ഈ ചോദ്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല, അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ കൃത്യം എഴുതി ഉണ്ടാക്കി വെക്കണം. ഈ ഒരു ചോദ്യത്തിന്റെ ഫംഗ്ഷൻ ഡിസ്പ്യൂട്ട് ഇതാണ്, എംപിരിക്കൽ ഡിസ്പ്യൂട്ട് ഇതാണ്, ലോജിക്കൽ ഡിസ്പ്യൂട്ട് ഇതാണ്. ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ ക്ലയന്റ് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്യൂട്ടിങ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അല്ലേ നമ്മൾ ബബുവാന്ന് പറഞ്ഞിരിക്കുക അവിടെ പോയി കഴിഞ്ഞാൽ ആളുകൾ തിരിച്ച് നമ്മൾ കൗണ്ടർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമ്മൾ പറയുന്ന അത്രയും ഈസി മെത്തേഡല്ല ക്ലയന്റിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല സൂയിസൈഡ് ഐഡിയേഷൻ ഒക്കെ ഉള്ള ഒരാളോട് ആത്മഹത്യ ഒന്നിനും പരിഹാരം ഉണ്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടവരായിരുന്നു. ഒരു നിവൃത്തിയില്ലാതെ ലേൺഡ് ഹെൽപ്ലെസ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് അവർ ആത്മഹത്യക്ക് പോയിട്ടുണ്ടാവുക. അവരോട് അതിനെപ്പറ്റി കുറ്റബോധം ഉണ്ടാക്കാൻ പോകരുത്. എന്ത് റൂട്ടിൽ നിന്നാണ് അവരെ ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിലേക്ക് എത്തിയെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആ ലൂപ്പിനെ കട്ട് ചെയ്തിട്ട് അയാൾ പുറത്തേക്ക് വരണം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ ചൈൽഡിഷ് ലെവലിലൊന്നും ആളോട് സംസാരിക്കരുത്. നിങ്ങൾക്കൊരു കോൺസെപ്റ്റിനെ കുറിച്ച് റാഷണാലിറ്റി ഇല്ലെങ്കിൽ ആ കേസിനെ ഏറ്റെടുക്കരുത്. അതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. ഓക്കെ, ഇപ്പൊ എന്താ പറയുക, ഒരു ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞ കേസ് ആണ് വരുന്നത്. അതിന്റെ റൂട്ട്, തിയററ്റിക്കൽ റൂട്ട് നമുക്ക് ഐഡിയ കിട്ടുന്നില്ല. നമ്മൾ ആ കേസ് തുടരുത്, ചിലപ്പോൾ വൃത്തികേടാവും. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഏരിയനെ കുറിച്ച് ഡീപ്പായിട്ട് വായിക്കുക കേസ് പോയതിനു ശേഷം. എന്നിട്ട് അടുത്ത കേസ് വരുമ്പോൾ നമ്മളത് വർക്ക് ചെയ്യും. അങ്ങനെ ലേൺ ചെയ്ത് നമ്മൾ അങ്ങനെ എടുക്കണം. അതാണ് പറയുന്നത്. ഡിപ്രഷൻ ആൻസൈറ്റി കേസുകളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ BPD റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ കേസുകളിലേക്ക് തൊടാൻ പാടുള്ളൂ. കാരണം അവർ മാനിപ്പുലേറ്റ് ചെയ്യണം, നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ അവർ പറയുന്ന കഥകളൊക്കെ റിയലാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കും. പണി കിട്ടും നമുക്ക്. എങ്ങനെയാണ് മാനിപ്പുലേഷൻ വരുന്നത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇതൊക്കെയാണ് CBTയിൽ വരുന്നത്. ഒരു വിധത്തിലുള്ള സൈക്കോളജിക്കൽ. പിന്നെ വേറൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള, മെഡിസിൻ വേണ്ട കേസുകൾ, തെറാപ്പി വേണ്ട കേസുകൾ എന്ന് പറഞ്ഞിട്ട് കേസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു ഡിഫറൻസിയേഷൻ ഇല്ല. ഒന്നുകിൽ തെറാപ്പി വേണ്ട കേസുകൾ, അല്ലെങ്കിൽ മെഡിസിൻ പ്ലസ് തെറാപ്പി വേണ്ട കേസുകൾ എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാ തെറാപ്പി ഇല്ലാതെ ആളുകളുടെ മനസ്സ് മാറുന്നത്? നിങ്ങൾ ഡിപ്രഷൻ്റെ ആന്റി ഡിപ്രസൻസ് കൊടുക്കുമ്പോഴേക്ക് അവരുടെ ഈ തോട്ട്സുകൾ മാറുന്നതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളൊരു മണ്ടനാണെന്നുള്ള ചിന്തയാണ് കിടക്കുന്നെങ്കിൽ ആ മണ്ടനാണെന്നുള്ള ചിന്ത എത്ര മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടക്കും. അത് വളരെ പ്രോപ്പറായുള്ള തെറാപ്യൂട്ടിക് മെത്തേഡിലൂടെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് പുറത്തു കിടക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഭയങ്കര മണ്ടത്തര. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇത് തെറാപ്പി ഒന്നും വേണ്ട, തെറാപ്പി എന്തിനാ പോകണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആരാണ് നീ മെഡിസിന്റെ മുകളിൽ തോട്ട്സ് മാറ്റിയെടുക്കുന്നത്? ചില സൈക്കാട്രിസ്റ്റുകളൊക്കെ എനിക്കറിയാം 3 മിനിറ്റ് കൊണ്ടൊക്കെ രോഗം കണ്ടുപിടിക്കുന്ന ആളുകളുടെ മായാജലം വല്ലോണം. ലോകത്തെവിടെ എത്ര പരിപാടികളൊന്നും ചെയ്യാറില്ല. ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 അവർ മിനിമം ഇരുന്ന് ആ ക്ലയന്റിനോട് ഡീപ്പായി സംസാരിച്ച് സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രമേ ഏത് പ്രശ്നമാണെന്നുള്ള ഡയഗ്നോസ് ചെയ്യാനൊക്കെ പാടുള്ളൂ. ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ, അതായത് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലാണെങ്കിൽ അത് ആ സെറ്റിംഗ്സിൽ തന്നെ ചികിത്സിക്കണം. കൗൺസിലിംഗ് സെറ്റിംഗ്സിലാണെങ്കിൽ അത് കൗൺസിലിംഗ് സെറ്റിംഗ്സിലേക്ക് റെഫർ ചെയ്തിട്ട് അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യണം. എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ 100-100ഓളം ബ്രാഞ്ചുകൾ വെറുതെ ചുമ്മാ തമാശയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണമല്ല. ഓരോന്നിന്റെ ഫംഗ്ഷനിങ് വേറെ വേറെയാണ്. ഒന്നിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 10-15 വർഷം കൗൺസിലിംഗ് സൈക്കോളജി സർവീസിൽ ഇരുന്ന് എനിക്ക് ഇങ്ങനെ മെന്റൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ എങ്ങനെയാണോ ഓരോ മെഡിസിന്റെ മുകളിലുണ്ടാവണ ഫ്ലക്ച്വേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അതിൽ
സ്വിച്ചിങ് എന്നൊക്കെ പറയും. മാനിയ കൊടുക്കുന്ന സമയത്ത് മാനിയുള്ള പേഷ്യൻസ് നമ്മൾ ഇത് എന്താ പറയുക, ബൈപോളറൊക്കെ ആയിട്ട് വന്നുള്ള ആളുകൾക്ക് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് മാറും. ഞാൻ പറഞ്ഞില്ല, ഡിപ്രഷൻ വരുമ്പോൾ നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ആളുടെ മനസ്സ് ഡിപ്രഷനിൽ കിടക്കുമെങ്കിൽ ശരീരം മാനിയയിലേക്ക് ജമ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന സ്വിച്ചിങ് പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? 10-15 വർഷം മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരാൾ എങ്ങനെ ഫാമിലി തെറാപ്പി ചെയ്യുന്നത്? വരുന്നവനും പോണവനും മുഴുവൻ ഡിപ്രഷനാണ്, BPD ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ അയാൾ. അപ്പൊ അതുപോലെയാണ് ഓരോ ഫീൽഡിലും എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഓരോ മേഖലകളിലും വർക്ക് ചെയ്യേണ്ടത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റിന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ. സൈക്കാട്രിക് ഡിസോർഡറുകൾ അല്ലാത്ത കേസുകൾ, സൈക്കോളജിക്കൽ പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്യുന്നവരാണ്. ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് അല്ലാത്തവർക്ക് വർക്ക് ചെയ്യുന്നവരാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ. ഒരു മെഡിക്കൽ ഡോക്ടർ അസിസ്റ്റ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളാണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റുകൾ. ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്നവരാണ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റുകൾ. ഒരു ന്യൂറോളജിസ്റ്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ന്യൂറോ സൈക്കോളജിസ്റ്റുകൾ. ഇതിനൊക്കെ ഓരോരുത്തർക്കും ഓരോ ഫംഗ്ഷൻ, ഇതിനൊന്നും ഹൈറാർക്കികളൊന്നുമില്ല, വലുത് ചെറുതൊന്നുമില്ല, മണ്ടത്തരം പറയുകയാണ് അതൊക്കെ. ഓരോരുത്തർക്കും അതിൻ്റെതായ ഫംഗ്ഷനിങ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുക. അതിലൊന്നും ഒരു ഈഗോയോ സാധനങ്ങളോ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അത് അതുപോലെ ഇന്റേൺഷിപ്പിന്റെ സാധനങ്ങളൊന്നും നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടല്ലേ ഓരോ ആളുകളുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്യുന്നത്. ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ആകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുതിരോട്ടം മെന്റൽ ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്ത് വല്ല കാര്യമുണ്ട്? നിങ്ങൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് അണ്ടറിൽ പോയിട്ട് ട്രെയിൻഡ് ആയി വരണം, എന്നാലും നിങ്ങൾക്ക് ഒരു സ്കൂൾ സൈക്കോളജി സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരം രീതിയിലൊക്കെ അത് മാറണം. യൂറോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിലും ഓരോ ലൈസൻസിങ് മെത്തേഡുകൾ ഉണ്ടാവുക. സ്കൂൾ സൈക്കോളജിസ്റ്റിന് ലൈസൻസേ അല്ല, ക്ലിനിക്കലിന് വേറെയാണ്, കൗൺസിലിങ്ങിന് സ്പോർട്സിന് വേറെയാണ്. ഇന്ത്യയിൽ ഒന്നിനും ലൈസൻസ് ഇതുവരെ വന്നിട്ടില്ല. അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. സൈക്കോളജിക്കൽ ലൈസൻസേ വന്നിട്ടില്ല. വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സൈക്കോളജിക്കൽ ലൈസൻസിങ്ങിന്റെ പാറ്റേൺ വരണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ആർക്കാണ് ഒരു 3 മാസത്തെ ലൊട്ടിലോട് കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് വരെ സൈക്കോളജിന് ബോർഡ് വെച്ചിരിക്കാൻ വേണ്ടി പറയും. ചിലപ്പോൾ കേസ് കൊടുക്കുന്നതിനകത്താവും എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രശ്നം. ഇതിലൊരു റൂളോ ലൈസൻസ് ഉണ്ടെങ്കിലല്ലേ ആർക്കെങ്കിലും ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജി കഴിഞ്ഞാൽ നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണെന്ന് മനസ്സിലാവുക. 3-5 വർഷം നിങ്ങൾ സൈക്കോളജി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ഫീൽഡിൽ ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് ആണല്ലോ കുറച്ചാലും ഫങ്ഷൻ ചെയ്യാം. അതല്ലേ നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുകയാണെങ്കിലും ആരോടെങ്കിലൊക്കെ ഡയറക്ഷൻ ഒരു 2 വർഷം മേടിക്കാം. പക്ഷെ നിങ്ങൾ സൈക്കോളജിസ്റ്റുകളാണ് സൈക്കോളജി PG കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ബ്രാഞ്ചുകൾ, അതായത് ഫീൽഡുകളുടെ എക്സ്പെർട്ടൈസ് നിങ്ങൾ എഴുതി വെക്കണമെങ്കിൽ ശരിക്കും ഡോക്ടറേറ്റ് കഴിയണം എന്നാണ് പറയുക. മിനിമം ഒരു 5 ഇയർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ MPhilോ കഴിഞ്ഞ ആളുകളാണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള ടാഗ് ലൈൻ ഉപയോഗിക്കാറുള്ളത്. അതല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ നാട്ടിലിപ്പോ മഞ്ചേരിയോ കൊണ്ടോട്ടിയിലോ അല്ലെങ്കിൽ കോഴിക്കോടോ ചേലമ്പ്ര ഇങ്ങനെ പല സ്ഥലത്തുള്ള ആളുകളില്ലേ നിങ്ങളൊരു പഞ്ചായത്തിൽ ഒരു 10ഓളം ഡോക്ടേഴ്സ് ഉണ്ടാവും. അതിൽ 1-2 ഡെന്റൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, പൈൽസിന്റെ സ്പെഷ്യലിസ്റ്റ് വരെ ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ എവിടെ സൈക്കോളജിസ്റ്റ് ഉള്ളത്? കേരളത്തിൽ 100ഓളം കോളേജുകളുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 100ഓളം കോളേജുകളുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഈ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളൊക്കെ എവിടെ പോകുന്നത്? ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുകയാണ്, ഒരു പണി ചെയ്യാതിരിക്കുകയാണ്. എത്ര വർഷങ്ങളായി എന്നറിയാം ഇതിന്റെ പുറകെ നടക്കുന്നത്. PG കഴിഞ്ഞ കുട്ടികളോട് എങ്ങനെയെങ്കിലും പ്രാക്ടീസ് ചെയ്യും. കാരണം നിങ്ങളിത് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും വ്യാജന്മാർ ഈ ഫീൽഡിൽ വരുന്നത്. ഒരു ബോധമുള്ള ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതുകൊണ്ടാണ് ഈ 3-5 വർഷം റെഗുലർ ആയിട്ട് സൈക്കോളജി പഠിച്ച കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാൻ ധൈര്യത്തിൽ ഇരിക്കാത്തതുകൊണ്ടാണ്. വർഷങ്ങളായിട്ട് ഈ ആളുകൾക്കെതിരെ, ഇത്രയും ലൊട്ടിലെടുത്ത ആളുകൾക്കെതിരെ ഒന്നും പറയാൻ ഇവിടെ ഒരു മനുഷ്യനുണ്ടാവില്ല. പക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജി കഴിഞ്ഞ് ഏതെങ്കിലും കുട്ടികൾ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരെ പേടിപ്പിക്കാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ എവിടെന്നാണെന്ന് അറിയില്ല ചാടി മറിഞ്ഞു വരും. ഇത്തരം ആളുകൾ എന്തെങ്കിലും പരിപാടികൾക്കേ മെനക്കെടാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഫീൽഡാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ MPhilോ PhD എടുക്കാൻ വേണ്ടി പോകും. അല്ലാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പോസ്റ്റ് ഗ്രാജുവേഷന് മുകളിൽ ക്വാളിഫിക്കേഷൻ വേണ്ടേ? ഏത് കോഴ്സാണ് ഇന്ത്യയിലുള്ളത്? MBBS ഡിഗ്രി അല്ലേ? MD PG അല്ലേ? എല്ലാ കോഴ്സുകളും നിങ്ങൾ നോക്ക്. MPhil PhD വേണം പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്ന ഏതെങ്കിലും കോഴ്സുകളുണ്ടോ? വളരെ കൃത്യമായിട്ട് അത് ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞാൽ മതി. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സാണ് ഈ കുട്ടികൾക്ക് ഒരു ജോലി ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അല്ല പേടിപ്പിക്കുക എല്ലാ കുട്ടികളും ചെയ്യേണ്ടത്.
കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റോ സ്കൂൾ സൈക്കോളജിസ്റ്റോ എന്തോരം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ചുമ്മാ പറയുന്നതല്ല. മിനിമം 50,000 to 1 lakh വരെ ഒരാൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് കൗൺസിലിംഗ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിന്റെ ഓരോ പ്രൊഫഷൻസ്. മിനിമം നമ്മൾ ചാർജ് മേടിക്കുന്ന 500 അല്ലേ മേടിക്കുക ഒരാളെടുത്ത്. ഒരു 4 വർഷം അല്ലെങ്കിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പെർ ഹെഡ് 1000 വെച്ചിട്ടാണ് ചാർജ് ചെയ്യാറുള്ളത്. 2 പേര് ഒരു ദിവസം മീറ്റ് ചെയ്താൽ പോലെ. നിങ്ങൾ ആലോചിച്ചു, ഇത്രയും നല്ല സാധ്യതകളുള്ള ഒരു ഫീൽഡിനെ നശിപ്പിച്ച് കളയുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് ആളുകളുടെ ഈ പേടികളൊക്കെ മാറ്റി നല്ല, ഞാൻ എല്ലാ പിള്ളേരെയും വിളിച്ച് പറയാറുണ്ട്, കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ക്ലിനിക്ക് കൊടുക്കേണ്ട ആവശ്യങ്ങൾക്കോ എല്ലാ തരത്തിലും ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. എങ്ങനെയെങ്കിലും വരണം. ഞാൻ പറഞ്ഞ ഒരു പഞ്ചായത്തിൽ ഒരു 10-15ഓളം സൈക്കോളജിസ്റ്റുകൾ ആവശ്യമുണ്ട്. ഇവരൊന്നും പോവാതിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഈ ലൊട്ടിലൊടുക്ക് കോഴ്സ് കഴിഞ്ഞ ആളുകളത്തേക്ക് ഓടിപ്പോണ അവസ്ഥയെ വരുന്നത്. നിങ്ങൾ സൈക്കോളജി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും സൈക്കോളജിസ്റ്റ് എന്നും നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിന്റെ പേര് അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കണ്ടേ നിങ്ങൾ പ്രോപ്പറായിട്ട് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞ ഒരാളാണെന്ന് മനസ്സിലാക്കി എടുക്കണ്ടേ. നിങ്ങൾ എവിടെ നിന്ന് നിങ്ങൾ സൈക്കോളജി കഴിഞ്ഞു, നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി ഏതാണ് മെൻഷൻ ചെയ്ത് ബോർഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ലീഗൽ കാര്യങ്ങളിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു ക്രിറ്റിസിസ് ആരവരെയാണ് നിങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിച്ചോളൂ. ഏത് തരത്തിലുള്ള ലീഗലായിട്ടുള്ള സപ്പോർട്ടുകൾ ചെയ്യാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. കേരളത്തിൽ ഇപ്പോൾ 10-50ഓളം ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എത്രയോ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാനും തയ്യാറാണ്. പക്ഷെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റാൻ നിങ്ങൾ പണിയെടുക്കാതിരിക്കുക എന്നല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരാനിരിക്കരുത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് സമയം എടുക്കും. ഒരു 5 വർഷം വേണം നമ്മളൊന്ന് ഇരുത്തം വരാൻ. എത്രത്തോളം നേരത്തെ നമ്മൾ തുടങ്ങണം അത്രത്തോളം നേരത്തെ ഈ പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങളുടെ ഇന്ററാക്ഷനിലേക്ക് വിടാം. CBT ഇങ്ങനെ ഒരു 1 hour കൊണ്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റണം. അതാണ് അതിന്റെ ബേസ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്താ നേരം മെസ്സേജിൽ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാലും മതി, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ? സർ ഒരു കാര്യം ചോദിച്ചോട്ടെ. അത് നമ്മൾ റെഗുലർ ആയിട്ടോ അല്ലാണ്ട് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ MSc സൈക്കോളജി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞൂടെ 5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ? ഇന്ത്യയിൽ ആസ് പെർ റൂളുകളൊന്നും ഇല്ല ഇതുവരെ. ഓക്കെ, ഇപ്പൊ വന്ന് കിടക്കുന്ന റൂള് അലൈഡ് ഹെൽത്ത് കെയർ ബില്ല് വന്നിട്ടുണ്ട്. അത് സാങ്ഷൻ ആയിട്ടുള്ള ബില്ല് വന്ന് കിടന്നിട്ട് 2020 സാങ്ഷൻ ആയി വന്നിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് റെഗുലർ ആയിട്ട് ഡിഗ്രി കഴിഞ്ഞവരാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ വന്നിട്ടുള്ളത്. ആ ബില്ലാണ് സാങ്ഷൻ ആയിട്ട് വരുന്നതെങ്കിൽ ആ ടാഗ് ലൈൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ടാഗ് ലൈൻ വരുന്നത് കൗൺസിലർ എന്ന് പറഞ്ഞതിന്റെ അണ്ടറിലേക്ക് മാറും. RCI എന്ന് പറയുന്നത് സൈക്കോളജിന്റെ ലൈസൻസ് അല്ല, ആളുകളുടെ ഒരു മണ്ടത്തരാണത്. റീഹാബിലിറ്റേഷൻ മേഖലകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ്, അതിന്റെ കൂടെ റീഹാബിലിറ്റേഷൻ മേഖലകളിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൊടുക്കുന്ന ഒരു ലൈസൻസിങ് ആണ് RCI. സൈക്കോളജിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ RCIയിലേക്ക് തന്നെ വായിച്ച് ചോദിക്കാൻ വേണ്ടി. ഓക്കെ ആണോ? ഓക്കെ സർ. ഞാൻ എന്തെങ്കിലും ഇവിടെ വിളിച്ച് പറയണ എന്തെങ്കിലും മണ്ടത്തരാണെങ്കിൽ നിങ്ങൾ എന്നോട് നേരിട്ട് വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ, ഞാൻ തിരുത്താം. ഹായ് സർ. സർ ഞാൻ ആതിര. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. അപ്പോ ഈ നമ്മുടെ CBT ഇപ്പം സാറിന്റെ കോൺവെർസേഷൻ നമ്മൾ കേൾക്കുമ്പോൾ സൈക്കോളജിസ്റ്റ് ആണ് ആക്ച്വലി ദേ ആർ ദ വൺസ് ഹു ആർ റിയലി ക്വാളിഫൈഡ് എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മൾ ഇപ്പൊ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി ഇവര് ഇപ്പം സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിൽ പോലും ദേ എക്സ്പെക്ട് ഈ CBT തെറാപ്പി അവരുടെ ക്ലയൻസുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പം സാർ പറഞ്ഞ പോലെ നമ്മളിപ്പോ അവരുടെ നെഗറ്റീവ് ബിലീഫ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അവർക്ക് കുറേ കൂടി നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ ഷെയർ ചെയ്ത് ഇതേപോലെ റിവാർഡിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കും. അപ്പൊ ഇപ്പൊ നമ്മള് സ്പെഷ്യൽ നീഡ്സ് കുട്ടികളെ അവരുടെ നീഡ്സ് നമ്മൾ കേറ്റർ ചെയ്യാറുണ്ട്.
അപ്പൊ സോഷ്യൽ വർക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് CBTയിലുള്ള നോളജ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ സിൻസ് സ്കൂൾ എക്സ്പെക്ട് അസ് ടു എന്താ പറയാ ഈ CBT ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞോളം ചെറിയ ചെറിയ കോഴ്സസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ സിവിയർ ആയിട്ടുള്ള കേസ് വരുമ്പോൾ നമ്മൾ അവരെ റെഫർ ചെയ്ത് വിടും. സാറിന് എങ്ങനെ? അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റുകൾ എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്, സൈക്കോളജിസ്റ്റുകൾക്കും സോഷ്യൽ വർക്കേഴ്സ് ഏത് വർക്കാണ് ചെയ്യുന്നത്, സോഷ്യൽ വർക്കേഴ്സിനും കൃത്യമായുള്ള ധാരണ വേണം. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതികളാണ്. സൈക്കോളജിക്കൽ പ്രോബ്ലത്തിനെ മാനേജ് ചെയ്യുന്ന ആളുകളാണ് സൈക്കോളജിസ്റ്റുകൾ വരുന്നത്. സോഷ്യൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് സോഷ്യൽ വർക്കേഴ്സിന്റെ ഡ്യൂട്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ CBT ഉപയോഗിക്കാം. സൈക്കോളജിക്കൽ പ്രോബ്ലത്തിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് CBT ഉപയോഗിക്കാനാണ് സൈക്കോളജിസ്റ്റിന്റെ ഡ്യൂട്ടി വരുന്നത്. നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഈ സൈക്കാട്രി ഏരിയയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് ആ പേഷ്യന്റിനെ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് സൈക്കാട്രിസ്റ്റ് ആണ്. അതിനുശേഷം സൈക്കാട്രിസ്റ്റ് ആർക്ക് റെഫർ ചെയ്യും? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അയാളാണ് പ്രോപ്പറായിട്ട് കേസ് സ്റ്റഡി എടുത്തിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസ് പറയാനാണ് സൈക്കാട്രിസ്റ്റിന്റെ വർക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് മെഡിസിൻ എഴുതണം. മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ ഫാർമക്കോതെറാപ്പിസ്റ്റ് ആയിരിക്കും മെഡിസിൻ എഴുതുന്നത്. നമ്മുടെ നാട്ടിലാരാണ്? മെഡിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് മെഡിസിൻ എഴുതുക. അയാൾക്ക് സൈക്കോതെറാപ്പി കൊടുക്കുന്നവരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അവർക്ക് സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നവരാണ് സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്. അവർക്ക് മെഡിസിൻ കൊടുക്കുന്നവരാണ് സൈക്കാട്രിക് നഴ്സസ്. വളരെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് എന്ത് ഡ്യൂട്ടി ഫങ്ഷനിങ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മേഖലകൾക്കും വളരെ ആപ്റ്റ് ആയിട്ടുള്ള സംഗതികൾ കിടക്കുന്നുണ്ട്. നമ്മള് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ പ്രോബ്ലം അഡ്രസ് ചെയ്യലേ അല്ല സ്കൂൾ സൈക്കോളജിസ്റ്റ്. മിക്ക സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ പണി ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു റൂമിനുള്ളിൽ ഇരുന്നിട്ട് ഇവരെ കൗൺസിലിംഗ് കൊടുക്കുക. ഈ പരിപാടി അല്ല വരുന്നത്. ആ അക്കാഡമിക് ആയിട്ടുള്ള റിലേറ്റഡ് പ്രോബ്ലത്തിനെ എൻഹാൻസ് ചെയ്യാന്നുള്ള വർക്കാണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റുള്ള ഫംഗ്ഷനിങ് വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായില്ല? ഒരിക്കലും സൈക്കോളജിസ്റ്റിനെ ഡീൽ ചെയ്യാൻ സ്കൂളുകൾ പോകരുത്. കാരണം ഇൻഫർമേഷൻസ് ഇല്ലാതെ നമുക്ക് ഒരു തെറാപ്യൂട്ടിക് മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പനെ അമ്മയെ ഡെയിലി വിളിച്ചു വരുത്താൻ പറ്റുമോ നമുക്ക്? പറ്റില്ല. അപ്പൊ അതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിൽ സ്കൂൾ കൗൺസിലേഴ്സിന്റെ കരിക്കുലം അല്ലെ നമ്മളുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ പോകുമ്പോൾ ഒരു പ്രശ്നമാണ്. എന്റെ സാധനം മനസ്സിലായോ? മനസ്സിലായി സർ, മനസ്സിലായി. താങ്ക് യു സർ. ഓക്കെ, ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആവും ആഫ്റ്റർ PG എന്താ ചെയ്യണ്ടേ എന്നുള്ള ചോദ്യം. ശരിക്കും ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്നുള്ള ഫീൽഡ് നമുക്ക് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പീഡിയാട്രീഷ്യൻ എന്നൊക്കെ പറഞ്ഞ മെഡിക്കൽ ഡോക്ടേഴ്സ് ചെയ്യും. നമുക്കിത് പറ്റാതിരിക്കാൻ കാരണം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് മുഴുവൻ ഉണ്ടാക്കുന്നത് പാരന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഫാമിലി തെറാപ്പിസ്റ്റിന് മാത്രമേ നല്ലൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ സൈക്കോളജിയിൽ, കൗൺസിലിംഗ് സൈക്കോളജിയിൽ, ഫാമിലി തെറാപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഓഡിയബിൾ ആണോ? നമ്മളിപ്പോ PG കഴിഞ്ഞ ഒരാൾക്ക് വീട്ടില് ബോർഡ് വെച്ച് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലും ഏതെങ്കിലും അതോറിറ്റി, ഈവൻ പഞ്ചായത്തുനിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന്നോ എവിടുന്നെങ്കിലും ലൈസൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതുണ്ടോ? നമ്മള് സൈക്കോളജി കഴിഞ്ഞ് സൈക്കോളജിസ്റ്റ് നമ്മളെ പേര് മാത്രം വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ലൈസൻസിന്റെ ആവശ്യമില്ല. അങ്ങനെ ലൈസൻസ് ഇന്ത്യയിൽ കൊടുക്കുന്നില്ല. കൊടുക്കുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് പേടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നേരെ മറിച്ചൊരു കൊമേഴ്ഷ്യൽ സ്പേസിൽ നിങ്ങളെ സൈക്കോളജി സ്ഥാപനത്തിന്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്നതെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പോയിട്ട് സാധാരണ ഫേം രജിസ്ട്രേഷന്റെ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് നിങ്ങളെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് തരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. വേറെ യാതൊരു ഫോർമാലിറ്റീസും ക്ലിനിക്ക് തുടങ്ങാനില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, ക്ലിനിക്ക് തുടങ്ങാൻ സൈക്കോളജിസ്റ്റ് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകാത്തവന് ക്ലിനിക്ക് കൊടുക്കാം. അവിടെ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ മെഡിക്കൽ കോളേജ് ഉണ്ട്, MBBS കഴിഞ്ഞിട്ടല്ല മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് അതിന്റെ റൂട്ട് മനസ്സിലാക്കി. ഒരു സ്ഥാപനം തുടങ്ങാൻ ആർക്കും പറ്റും. ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വേണം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊരു മെന്റൽ ഹോസ്പിറ്റൽ തുടങ്ങുകയാണെങ്കിൽ അവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അപ്പോയിന്റ് ചെയ്യും. ഓക്കെ സർ, താങ്ക് യു. പിന്നെ ആളുകളുടെ ഡൗട്ടാണ് സൈക്കോളജി ടെസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്.
അല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങളെ പഠിപ്പിക്കില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂളാണ് ഇന്ത്യയിൽ ഉള്ളതെങ്കിൽ നിങ്ങളെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ അത് പഠിപ്പിക്കില്ല, അത് ബാൻഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? പിന്നെ IQ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ല, പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒന്നും വിളിച്ച് ചോദിക്കരുത്. നിങ്ങളെ പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങളെ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ. ഓക്കെ, വേറെ എന്തെങ്കിലും? ഒരു ഡൗട്ടും കൂടിയേ. നമ്മള് പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പറയുന്നത് എന്ന് വെച്ചാല് അവിടെ ലൈസൻസ് വേണമെന്ന്. ലൈസൻസ് പക്ഷേങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി MSc സൈക്കോളജി മാത്രം മതി. പക്ഷേങ്കിൽ അവിടുത്തെ ലൈസൻസ് എടുക്കണമെങ്കിൽ നാട്ടിലത്തെ ലൈസൻസ് വേണം. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ എന്താ ചെയ്യാ? നാട്ടിൽ അങ്ങനെ ലൈസൻസ് ഇല്ല. അപ്പൊ നിങ്ങള് എബ്രോഡിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യണേ പോസ്റ്റ് ഗ്രാജുവേഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ സാർ. അപ്പൊ ഇവർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ നിങ്ങൾ എഴുതി പാസ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പക്ഷെ സാർ ചില കൺട്രീസിൽ നോക്കുമ്പം അവര് അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് അങ്ങനെ ചില പോസ്റ്റുകൾക്ക് അവർ പറയുന്നത് 4 ഇയർ ഡിഗ്രിയും അതുപോലെ 1 ഇയർ PG ആണ് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഇവിടെ ശരിക്കും 3 ഇയർ ഡിഗ്രിയും. യൂറോപ്പിലൊക്കെ അങ്ങനെയാണ്. അപ്പോ യൂറോപ്പിലൊക്കെ എബ്രോഡിലെല്ലാം ഡിഗ്രി 4 ഇയർ ആണ്. അപ്പൊ നമ്മളുടെ കേസിൽ അവർ പറയുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് അപ്ലൈ അതുകൊണ്ടല്ലേ ചെയ്യുക? അടുത്ത വർഷം തൊട്ട് 4 ഇയർ ഡിഗ്രി ആയി മാറുന്നത് ഈ ഇഷ്യൂ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അടുത്ത വർഷം തൊട്ട് നമ്മളെ ഡിഗ്രികളെല്ലാം പ്രൊഫഷണൽ ഡിഗ്രി ആയിട്ട് മാറും, ഓണേഴ്സ് ആയിട്ട് മാറും, ഓണററി ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ കേസിൽ എന്ത് ചെയ്യും സാർ? നമുക്ക് അതിന് എന്തെങ്കിലും നമ്മൾ ഓസ്ട്രേലിയയിലെ ന്യൂസിലൻഡൊക്കെ പോവുകയാണെങ്കിൽ ഒരു PG ഡിപ്ലോമ അഡീഷണലി എടുത്തിട്ട് PG ഈക്വലൈസ് ചെയ്യണം, നല്ല വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ മേഖലകളിലും സാധ്യതകളുണ്ട് കേട്ടോ. ഇന്ന ഏരിയ എന്ന് മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ, എന്തോരം സ്കൂളുകളുണ്ട് ഇവിടെ. അല്ലെ നിങ്ങളെ പ്രൈവറ്റ് ഫേമിൽ തന്നെ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിരുന്നു കഴിഞ്ഞാൽ സ്കൂൾ റിലേറ്റഡുള്ള കുട്ടികളുടെ പ്രോബ്ലം കൊണ്ട് നിങ്ങളെത്തേക്ക് വരില്ലേ? എന്തോരം സ്പോർട്സ് ടീമുകളുണ്ട് കേരളത്തിൽ തന്നെ. നിങ്ങളൊരു ബോർഡ് വെച്ച് സ്പോർട്സ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ഇഷ്യൂവിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളടുത്തേക്ക് വരില്ലേ? ഓരോ ഫീൽഡിന്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഓൾറെഡി ഇവിടെ ഉള്ള സംഗതികൾ. പണ്ട് ഇവിടെ സൈക്കാട്രിസ്റ്റ് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഈ അടുത്ത കാലത്തല്ലേ സൈക്കോളജി വരുന്നത്. ഐസംഖ്യക്കല്ലേ സിലബസ് ഉണ്ടാകട്ടെ ഡിമാൻഡ്സില് 1952 ആ കാലഘട്ടങ്ങളിലുള്ള ഈ സംഗതി വരുന്നത്. നിങ്ങൾ തന്നെ ഓരോ ഫീൽഡുകളും ഡെവലപ്പ് ചെയ്ത് അതിൽ ഡോക്ടറേറ്റ് ചെയ്ത് എടുത്ത് വന്നിട്ടുള്ള ആളുകളും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള PG കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളും അതിനുള്ള അസോസിയേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ സ്ട്രോങ് ആക്കി എടുത്തു കൊണ്ടുവരണം. ഫോറൻസിക്കിനൊക്കെ അങ്ങനെയാണ്. ഇന്ത്യയിലൊന്നും അധികം പോസ്റ്റ് വിളിക്കാറില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫോറൻസിക് സൈക്കോളജി കഴിഞ്ഞവരാണെന്ന് നിങ്ങൾ അതോറിറ്റിനെ അറിയിച്ചിട്ട് അവിടെ പോസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണം. അതെല്ലാം പുതിയ മേഖലകൾ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് അതിന്റെ ലിമിറ്റേഷൻ വരിക. അല്ലാതെ അതിലേക്ക് അടുക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് പരിചയമുള്ള ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുണ്ട് സ്പോർട്സ് സൈക്കോളജി കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അത്ര മണ്ടത്തരങ്ങൾക്കൊന്നും പോകരുത്. നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലൂടെ മൂവ് ചെയ്യാൻ നമ്മൾ ട്രെയിൻഡ് ആവണം. സായിലൊക്കെ പോയി വർക്ക് ചെയ്ത് കുറച്ചു കാലം ഇന്ത്യനൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ബയോഫീഡ്ബാക്ക് മെക്കാനിസംസ് ഒക്കെ ട്രെയിൻഡ് ആയി സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാം. കാരണം ഇന്ത്യയിലൊക്കെയുള്ള സ്പോർട്സ് സൈക്കോളജിസ്റ്റ് നമുക്ക് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആളുകൾ അവരുടെ PhD വർക്കിൽ ഏതെങ്കിലും സൈക്കോളജി വാല്യൂകൾ എടുക്കും. സൈക്കോളജിക്ക് വെൽബീയിങ്, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയുന്നവരാണ് ഇപ്പൊ ഇന്ത്യയിൽ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ MPhilഉം PhDയും കഴിഞ്ഞ ആളുകൾക്ക് അത് മേടിച്ചെടുക്കാൻ അറിയില്ല. അതിന്റെ പ്രശ്നമാണ്. ഓക്കെ, വേറെന്തെങ്കിലും? ഓക്കെ സാർ, നമസ്കാരം സാർ. സാർ ഇപ്പൊ പറഞ്ഞ പോലെ സ്പോർട്സ് സൈക്കോളജി അതുപോലെ ഇപ്പൊ സൈക്കോ ഓങ്കോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിലേറ്റഡ് ഫീൽഡ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് അതിലെ ഡിപ്ലോമ കോഴ്സുകളോ അത് നമ്മുടെ കേരളത്തിലൊക്കെ അവൈലബിൾ ആണോ? അങ്ങനെയുള്ള സൈക്കോ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സൈക്കോളജിന്റെ ഒരു സബ് ബ്രാഞ്ച് ആണ് സൈക്കോ ഓങ്കോളജി എന്ന് പറയുന്നത്. അടയാറിലാണ് അതിന്റെ MPhil കൊടുത്തത്. ചെന്നൈയിൽ അടയാറിലാണ്. അവിടെ പോയി ചെയ്തു വരണം.
MPhil ഓർ PhD എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ഒരിക്കലും ഡിപ്ലോമ കോഴ്സുകൾ കൊണ്ട് സ്പെഷ്യലൈസേഷൻ എന്നുള്ള സാധനം നമുക്ക് വെക്കാൻ പാടില്ല എന്നാ പറയാം. ഡോക്ടറേറ്റ് ആണ് പുറം രാജ്യങ്ങളിലൊക്കെ സ്പെഷ്യലൈസേഷന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ നാട്ടിലെ MPhil ഉള്ളതുകൊണ്ട് MPhil ഉപയോഗിക്കാറുള്ളത് മാത്രം. അപ്പോഴേ നമ്മൾ സ്പെഷ്യലൈസേഷൻ ടാഗ്ലൈൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. PhD ചെയ്യണം. പിന്നെ അതിന് ആളുകൾ ഒരു 5 year 10 year അതിൽ എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷം അവർ ടാഗ്ലൈൻ യൂസ് ചെയ്യുന്നു മാത്രമേ. ഓക്കെ ഓക്കെ. വേറെന്തെങ്കിലും? ഹലോ സാർ. ആ സാർ നമ്മളിപ്പോ സിംപ്ലി നമുക്കിപ്പോ ഈ CBTയുടെ കോഴ്സും അതുപോലെ ഇങ്ങനെ ഓരോ തെറാപ്പിയുടെ കോഴ്സസ് ഉണ്ടല്ലോ, ഇങ്ങനെ 15 days കോഴ്സുകൾ. അപ്പം അതൊക്കെ ചെയ്യുന്നത് ശരിക്കും നമുക്ക് യൂസ്ഫുൾ അല്ല എന്നാണ് സാർ പറയുന്നത്, നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ? അങ്ങനെ ഒന്നും യൂസ്ഫുൾ അല്ല എന്നല്ല പറയുന്നത്. പഠിക്കാൻ നിങ്ങൾക്ക് ആരുടെ കീഴിലും പോയിട്ട് പഠിക്കാം. ഒരുപാട് പേരുടെ അണ്ടറിൽ നിങ്ങൾ പഠിക്കും വേണം. പക്ഷെ നമ്മളൊരു ടാഗിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ, നമ്മൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെ സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം റെപ്രസെന്റ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ ശരിക്കും അതിൽ MPhil PhD വരണം എന്നാണ് ഉദ്ദേശിച്ചത്. CBT ഒക്കെ ചെയ്യാൻ ഇന്ത്യയിൽ എവിടെയോ പോയി പഠിക്കാൻ പറ്റും. ബെക്കറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലില്ല, ഒരു തെറാപ്പിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലില്ല. പിന്നെ എങ്ങനെ ഇന്ത്യയിൽ നമുക്ക് തെറാപ്പി ഒരാളുടെ അടുത്ത് പോയി പഠിക്കാൻ വേണ്ടി പറ്റും? ഇവിടെ ഉള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇരുന്നിട്ട് പുസ്തകം വായിച്ചിട്ട് പഠിക്കാനേ പറ്റുള്ളൂ. ഇന്ത്യയുടെ ലിമിറ്റേഷൻ ആണ്. ഇന്ത്യയിൽ ഒരു തരത്തിലും തെറാപ്പികൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നുമില്ല. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും? ഹലോ സർ, കേൾക്കാവോ? കേൾക്കാം. ഹലോ പറഞ്ഞു കേൾക്കാം. സർ, നമ്മൾ വീട്ടിൽ തന്നെ ഒരു ക്ലിനിക്ക് ഇട്ട് അതിന് നെയിം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫേം രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ? വേണ്ട. നിങ്ങൾ ഈ സ്റ്റാർട്ടിങ് ടൈമിൽ കുറച്ചു കാലെങ്കിലും ആരുടെങ്കിലും അണ്ടറിൽ കുറച്ചു കാലം പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകണം കേട്ടോ. കാരണം ഒരു ഗൈഡൻസ് വേണം. കുറേശ്ശെ കേസ് കണ്ടിട്ടും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അതിനൊന്ന് ക്ലിയർ ചെയ്ത് കിട്ടണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ മനസ്സിലുള്ളത് ശരി എന്നുള്ള ലെവലിൽ നമ്മൾ അങ്ങനെ പോകും. കുറച്ചു കാലം ക്രോസ് ചെക്ക് ചെയ്തെടുക്കണം. നല്ലൊരു കേസ് വർക്കുകളിൽ കേസ് ഡിസ്കഷന്റെ ഭാഗമാവുക. അതിന് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ മേഖലകളിലുള്ള ഒരാളുടെ അണ്ടറിൽ ട്രെയിൻഡ് ആവണം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അണ്ടറിൽ വേണം ട്രെയിനിങ് എടുക്കാൻ. കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ് വേണം, സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് വേണം. ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ ആ കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്. അങ്ങനെ വളരെ ഡിഫറെന്റ് അതിൻ്റെയൊക്കെ ഫ്രെയിമുകളും റൂട്ടുകളും വരുന്നു. സർ, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ ജുനൈദ്. ഓ ശരി. ഈ പറയുന്ന ട്രെയിനിങ് ഒരാളുടെ അണ്ടറിൽ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു കാര്യം പറയാണ്. ഹാപ്പ് ലൈഫ് ആക്ച്വലി അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 3 months പ്രോഗ്രാം. നമ്മൾ അതിന്റെ ബ്രോഷറും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഒരു സൂപ്പർവൈസറുടെ അണ്ടറിൽ 3 months വീക്ക്ലി വൺസ് സൂപ്പർവിഷൻ എടുത്തുകൊണ്ട് അതിന്റെ ഇടയിൽ സെഷൻസ് എടുത്തുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു സിസ്റ്റം. അത് എസ്പെഷ്യലി PG കഴിഞ്ഞ് ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ ആ ബ്രോഷർ ഒന്നും കൂടി ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യാം. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് റെഗുലർ ആയിട്ട് ചെയ്യണം എന്നൊരു ഇത് കണ്ടു അതിലെ ക്രൈറ്റീരിയ. അങ്ങനെ അത് നിർബന്ധമാണോ? PG ഓർ UG അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് റെഗുലർ ആയിട്ട് ചെയ്യണം. നിങ്ങൾ PG ഇൻ സൈക്കോളജി തന്നെ കംപ്ലീറ്റ് ചെയ്യും വേണം. നമ്മളൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ പ്രോഗ്രാമിലേക്ക് വരുന്നവർ റിയൽ ആയിട്ടുള്ള സെഷൻസ് എടുക്കുന്നതുകൊണ്ട് നമുക്കൊരു മിനിമം ക്രൈറ്റീരിയാസ് നമ്മൾ വെക്കണം എന്നുള്ളത് ഉള്ളതുകൊണ്ട് വെക്കുന്നതാണ്. അതർവൈസ് ഓൾസോ നിങ്ങൾക്ക് അതിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഒരു ഇന്റർവ്യൂയിലൂടെയാണ് അതിന്റെ കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ ആൻഡ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തെറപ്പി ആൻഡ് കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ യു ക്യാൻ ബി പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. ഞാനിപ്പോ പറഞ്ഞ ടോപ്പിക് വന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. നല്ലതാ, പലരും അങ്ങനെ ചെയ്യണം. അങ്ങനെ ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ നമ്മുടെ സൂപ്പർവൈസർ ആണെങ്കിൽ ഒരു 13 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളും കൂടിയാണ്. ആൻഡ് അതില് ഇംഗ്ലീഷിലാണ് സൂപ്പർവിഷൻ സെഷൻ വരുന്നത്. ഇന്ന് അതിന്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ തുടങ്ങി. അതിൽ 7 പേരുള്ളത്. ഒരാള് കൊൽക്കത്തയിൽ നിന്നാണ്, ഒരാള് തമിഴ്നാട്ടിൽ നിന്ന്. അങ്ങനെ ഒരു ഡിഫറെന്റ്
തലത്തുനിന്നുള്ള ആളുകളും കൂടി അതിൽ ഒരുമിച്ച് വരികയാണ്. സോ ഒരു ക്ലിയർ പ്രൊഫഷണൽ ഡെവലപ്മെന്റും കൂടി അങ്ങനെയും കൂടി അതിൽ വരും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പെർട്ടിക്കുലർ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ആസ് എൻ ഇൻഫർമേഷൻ നിങ്ങളടുത്ത് പാസ് ചെയ്തു. വേറെ എന്തെങ്കിലും? ഞാൻ ഈ CBT എങ്ങനെയാണ് ഓട്ടിസ്റ്റിക് റിലേറ്റഡ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ADHD നമ്മൾ CBT അപ്ലൈ ചെയ്യുന്നത്? ഇല്ല, അത് പോസിബിൾ അല്ല. കുഞ്ഞു കുട്ടികൾക്ക് ഡെവലപ്മെന്റൽ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ബിഹേവിയർ തെറാപ്പിയാണ്, ABA ട്രെയിനിങ് ഒക്കെ പോലുള്ള ടെക്നിക്കുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇത് കോഗ്നിറ്റീവ് തെറാപ്പികൾ അത്ര ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് ക്വസ്റ്റ്യൻ ഞാൻ വിചാരിക്കുന്നത് കട്ടായിപ്പോയി. അതെ സാർ. നിങ്ങൾ നമ്മുടെ ABA കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഇന്ത്യയിൽ കുറവാണ്, വിദേശത്തൊക്കെ ABA അക്രഡിറ്റഡ് ബിഹേവിയർ അനാലിസിസ് എന്നൊക്കെ പറയും. അത്തരം കോഴ്സുകളൊക്കെ ട്രെയിൻഡ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ ഈസിയാണ്. CBT അവിടെ അപ്ലിക്കബിൾ അല്ല, കോഗ്നിറ്റീവ് തെറാപ്പി അപ്ലിക്കബിൾ അല്ല. ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ നിങ്ങളുടെ? സാർ ഒരു ക്വസ്റ്റ്യൻ കൂടി സാർ. ലൈസൻസിന്റെ കാര്യം പറഞ്ഞല്ലോ പഞ്ചായത്തിൽ, അതൊന്നും അത് സാധാരണ ഫേം രജിസ്ട്രേഷൻ തന്നെയാണ്. സാധാരണ നിങ്ങൾ ഏത് തരം ക്ലിനിക്ക് നടത്തുകയാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും രജിസ്ട്രേഷൻ ഫോർമാറ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ലൈസൻസിന്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരൊക്കെയാണ് അവിടുത്തെ അതാണ് നമ്മളിപ്പോ വീടിനോട് ചേർന്ന് അങ്ങനെയാണെങ്കിലും പുറത്തൊരു സെന്ററിന്റെ നെയിം വെക്കുകയാണെങ്കിൽ ലൈസൻസിങ് മസ്റ്റ് ആണ്. ആക്ച്വലി വി ക്യാൻ ഹെൽപ്പ് വിത്ത് ദാറ്റ്. നമുക്കൊരു സെഷൻ അതിൽ വെക്കാൻ പറ്റും. വി ഹാവ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നവരുണ്ട്, സോ ദേ ക്യാൻ ഹെൽപ്പ് യു ബെറ്റർ. സോ അങ്ങനെ ഒരു സെഷൻ നമ്മൾ ഫ്യൂച്ചറിൽ വെക്കാം. കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, നമ്മളുടെ പേടിയാണ്. ഇവിടെ എന്തോ ലൈസൻസ് ഉണ്ടെന്നുള്ള ചിന്ത വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അതൊരു പേടിയുണ്ട് സാർ. പലപ്പോഴും നിങ്ങൾ ആര് നിങ്ങളോട് എന്ത് പറയുകയാണെങ്കിലും നിങ്ങൾ എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിലും അതിന്റെ ഡോക്യുമെന്റ് ആ പറയുന്നവരോട് ചോദിക്കുക. ഞാൻ ഈ പറയുന്ന കോൺട്രാഡിക്ടറി സംഗതി എന്ന് തോന്നിയാൽ ആ ഡോക്യുമെന്റ് അല്ല, RCI ലൈസൻസ് ആവശ്യമില്ല എന്നുള്ള ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇത്ര നാളും കേട്ടിരുന്നത്. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലൈസൻസ് അവർ ചോദിച്ചു. ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി ആരാ? ആവശ്യമുണ്ടെന്നോ? അല്ല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് വേണമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞില്ലേ? അത് തന്നെ എല്ലാ സൈക്കോളജിസ്റ്റുകൾക്കും ലൈസൻസ് RCI ആണ് എന്ന് പറഞ്ഞ മഹാൻ ആരാന്നാ ഞാൻ ചോദിച്ചു. അത് നമ്മളോരോ ഗ്രൂപ്പുകളിലൊക്കെ RCIയുടെ അതിനെ പറ്റി ഇത് പറയുന്നുണ്ട്. RCIയുടെ രജിസ്ട്രേഷൻ വേണമെന്ന്. എവിടെ വേണമെന്നാ പറയുന്നത്? അതിങ്ങനെ ഇതുപോലെ ഒരു സെഷനിൽ ഇങ്ങനെ കേട്ടിരുന്നു സർ. അങ്ങനെ കേട്ടാ പോരാ, കറക്റ്റ് ആര് അതിന്റെ ഡോക്യുമെന്റ്സ് എനിക്ക് അയച്ചു തരാണ് ഞാൻ പറഞ്ഞത്. ആളുകൾക്ക് തോന്നിയത് വിളിച്ചറിയാൻ പറ്റുന്നതല്ലല്ലോ. നമ്മൾ പറയുന്നത് വളരെ കൃത്യമായി ഓതന്റിക് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ വേണം. ഇന്ത്യയിലൊരു ഇന്ത്യൻ ലേബർ റൂൾ ഉള്ളത് അറിയും. ഇന്ത്യയിലൊരു ഇന്ത്യൻ ലേബർ റൂൾ ഉണ്ട്. ഒരാള് ജോലി ചെയ്തതിന് അയാളെ മുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് പോലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ഒരാൾ ജോലി ചെയ്യാനിരിക്കുകയാണ്, അയാളെ ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു റോങ് ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ,
അതാണ് ഞാൻ ചോദിച്ചത്, ആരാണ് നിങ്ങളോട് പറഞ്ഞത്, ഏത് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നല്ലതാണെന്ന് പറയാറ്. നിങ്ങൾ എവിടെന്നെങ്കിലും അങ്ങനത്തെ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ചോദിച്ച് മേടിച്ച് വരിക. ഓക്കെ, RCA വേണം. റീഹാബിലിറ്റേഷൻ സെന്ററിൽ മസ്റ്റാണ് RCA. റീഹാബിലിറ്റേഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് RCA വേണം തന്നെ ഞാൻ പറയട്ടെ. പക്ഷേ സൈക്കോളജി റീഹാബിലിറ്റേഷന്റെ അണ്ടറിൽ വരുന്നൊരു മേഖലയല്ല. മെന്റൽ ഹോസ്പിറ്റലുകളിൽ മാത്രമേ റീഹാബിലിറ്റേഷൻ അണ്ടറിൽ വരുന്നുള്ളൂ. മെന്റൽ ഹോസ്പിറ്റലാണ് കൊല്ലപ്പണേ. സാർ, ഈ RCAക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? MPhil വേണമെന്ന് നിർബന്ധമുണ്ടോ, അതോ PG കഴിഞ്ഞ് കഴിഞ്ഞിട്ട്? ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ കിട്ടും, ഒക്യുപേഷൻ തെറാപ്പി കഴിഞ്ഞാൽ കിട്ടും, സ്പീച്ച് തെറാപ്പിസ്റ്റ് കഴിഞ്ഞാൽ കിട്ടും, ഏർലി ഇന്റർവെൻഷൻ തെറാപ്പിയുടെ 1 ഇയർ കോഴ്സ് കഴിഞ്ഞാൽ കിട്ടും, ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞാൽ കിട്ടും. ക്ലിനിക്കൽ സൈക്കോളജി, MSc ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പണ്ട് കൊടുക്കാറുണ്ടായിരുന്നു, ഇപ്പൊ കൊടുക്കാറില്ല. ഇപ്പൊ 5 വർഷം ഒരു സൈക്കാട്രിസ്റ്റിന്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കൊടുക്കാറുള്ള റൂൾ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ റീഹാബിലിറ്റേഷന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഹാബിലിറ്റേഷന്റെ കോഴ്സ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഇന്ത്യയിലെ റൂളുള്ളതല്ലേ ഇത്. ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ നിങ്ങൾ MSc പോരാ. റീഹാബിലിറ്റേഷന്റെ ലൈസൻസ് മസ്റ്റാണ് നിങ്ങൾക്ക്. നേരെ മറിച്ച് ആളുകളെ കൗൺസിലിംഗ് ചെയ്യാൻ RCA വേണമെന്ന് പറയുമ്പോൾ ഇത് മണ്ടത്തരല്ലേ ഇത്. ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണേ. വേറെന്തെങ്കിലും? CBT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതിനകത്ത് പറഞ്ഞില്ലല്ലോ. സാർ, എനിക്ക് തോന്നുന്നു കുറച്ച് വായിക്കാനും അങ്ങനത്തെ റെക്കമെൻഡേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ദേ ക്യാൻ കണ്ടിന്യൂ ആ ഒരു കൂടുതൽ CBT യെ കുറിച്ച്. CBT ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ലേണിംഗ്, തിയറീസ് ഓഫ് ലേണിംഗ്. ഹെർഗനയുടെ അല്ലെങ്കിൽ മസൂറിന്റെ ഒക്കെ ബുക്ക് എടുത്തിട്ട് നമ്മൾ ഡീപ്പായിട്ട് ലേണിംഗ് തിയറീസ് പഠിക്കാനുള്ള സാധനമാണ്. അതായത് ബിഹേവിയറിസും കോഗ്നിറ്റീവ് തിയറീസത്തിന്റെ ലേണിംഗ് തിയറീസ് നല്ല തറവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് CBT ബേസിക്സ് ആൻഡ് ബിയോണ്ട്സ് ജൂഡിക് ബെക്കിന്റെ ബുക്ക് വായിക്കുക. പിന്നീട് ബെക്കിന്റെ ഡിപ്രഷൻ, ആൻസൈറ്റി, പേഴ്സണാലിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയകളിൽ ബുക്കുകളുണ്ട്, അതെടുത്ത് വായിച്ച് പഠിക്കുക. മറ്റാണെങ്കിൽ ആരുടെങ്കിലും അണ്ടറിൽ CBTയിലേക്ക് ഒന്ന് ട്രെയിൻ ആവുക, പോയിരുന്ന് ചെയ്യണതൊക്കെ ഒന്ന് കണ്ട് പഠിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബേസിക് വായന ഇല്ലാതെ ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് പഠിക്കാറിങ്ങരുത്, നല്ല മണ്ടത്തരങ്ങൾ പറ്റും. എന്തായാലും നിങ്ങളത് ജൂഡിക് ബെക്കിന്റെ ബേസിക് ആൻഡ് ബിയോണ്ട്സ് എന്ന് പറഞ്ഞ ബുക്ക് ഒന്ന് കാര്യമായിട്ട് ഒന്ന് വാക്കി. അത് മാത്രമേ ഉള്ളൂ, വേറെന്ത് പറഞ്ഞു തരാനാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ CBT പഠിപ്പിക്കുന്നത് ജൂഡിക് ബെക്കിനെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. എൻ്റെ കയ്യിൽ നിന്നൊന്നും പഠിപ്പിക്കാനൊന്നുമില്ല, ഞാനല്ല പഠിപ്പിക്കേണ്ടത്. ഓൾറെഡി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മോഡല് കുറച്ചും കൂടി ഈസി ആവുന്ന മാത്രം. ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആവുന്ന മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞ സംഗതി. അല്ലാതെ നമ്മുടേതായിട്ടുള്ള കയ്യിലുള്ള ഒരു സാധനം അല്ലത്. അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ഞാൻ ആ ബുക്കിൽ അതേ കാര്യങ്ങളെ പഠിപ്പിച്ചു പോകാറ് എൻ്റെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമും. അതാണ് പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോയി പഠിക്കാം, ആരുടെ ഉണ്ടല്ലോ പഠിക്കാം. CBT പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, കേരളത്തിൽ ഒരുപാട് പേര് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ആ ബുക്കിനെ റെഫർ ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കണം. അവരുടെ കോമൺ സെൻസ് പഠിപ്പിക്കുന്ന കാര്യം പഠിക്കാൻ വേണ്ടി പോകും. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. മൈൻഡ് പവർ ട്രെയിനിങ്, മൈൻഡ് കോച്ച്, ഇതൊക്കെ ഉണ്ടാവുന്നത് സൈക്കോളജിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. നോർമൽ ലെവലിൽ സൈക്കോളജി പഠിച്ചിറങ്ങിയ ആളുകൾ ഈ പണിയെടുക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ലൊട്ടലൊടുക്ക് പരിപാടി കൊണ്ട് ആളുകൾ ഇറങ്ങി വരുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അവരോട് വലിയൊരു എതിർപ്പൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മന്ത്രവാദികളെടുത്തും മൊയ്ലാന്മാരെടുത്തും പോയ ആളുകൾ ഇപ്പൊ ഇങ്ങനെങ്കിലും കുറച്ച് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ അടുത്തെങ്കിലും പോകണ്ടല്ലോ. അത്ര ഞാൻ പറയാനുള്ളൂ. നിങ്ങളുടെ ഒരു കുഴപ്പമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ സൈക്കോളജി കുട്ടികൾ ഫീൽഡിലേക്ക് ഇറങ്ങാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ലൊട്ടലൊടുക്ക് കോഴ്സുകൾ നിലനിൽക്കുന്നത്. ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ട് ഇവിടെ. സൈക്കോളജി കൗൺസിലേഴ്സിന്റെ ഒക്കെ ട്രേഡ് യൂണിയൻസ് എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഒക്കെ ഫീൽഡിനെ ഭയങ്കരമായിട്ട് നശിപ്പിച്ചുകളെ. നിങ്ങൾ ആലോചിച്ചു, ഒരു മെഡിക്കൽ ഇഷ്യൂ പോലെ തന്നെ ഒരു ഇഷ്യൂ അല്ലേ സൈക്കോളജിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ.
നല്ല ഡെപ്തിൽ ഇരുന്ന് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഡീൽ ചെയ്യുന്ന സംഗതിയല്ലേ. അപ്പൊ അതിൻ്റെ ഒരു സീരിയസ്നെസ് അതിന് കൊടുക്കുക. വേറെ എന്തെങ്കിലും കഴിഞ്ഞോ? നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രോസസ് ഉണ്ടോ അതിനകത്ത്? ഇല്ല, ആസ് ഓഫ് നൗ ഓൺലൈൻ ആണ്. ഈ പറയുന്ന വീക്ക്ലി ഒരു 5 തെറപ്പി സെഷൻസ്, കൗൺസിലിംഗ് സെഷൻസ് ഹാപ്പ് തന്നെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ ഓഫ്ലൈനും കൂടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നതല്ല, ഓൺലൈൻ ഭയങ്കര ടഫ് തന്നെയാണ്. ഓഫ്ലൈനിൽ ട്രെയിൻഡ് ആയാലും ഓൺലൈൻ നമുക്ക് എഫക്റ്റീവായി ചെയ്യാൻ പറ്റും. നേരെ തിരിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. നമ്മളും അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഓഫ്ലൈൻ ആയിട്ട് അവർക്ക് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പോസ്റ്റർ എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ പേരിൽ. സോ ദേ ക്യാൻ സ്പ്രെഡ്. ചെയ്യട്ടെ, ചെയ്ത് തുടങ്ങിയാലേ പഠിച്ചു വരൂ. എക്സാക്ട്ലി. ഈ ഒരു നല്ല യൂണിവേഴ്സിറ്റി കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ ചെയ്ത് തുടങ്ങട്ടെ, അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. കാരണം ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രാക്ടീസ് ചെയ്യാത്ത ഒരു സൈക്കോളജിസ്റ്റ് ആവില്ല. അത് നിങ്ങൾ കേരളത്തിലുള്ള കംപ്ലീറ്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് നോക്ക്. നല്ല സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആളുകളും ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് ഒരു കോഴ്സ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ തെറാപ്പിസ്റ്റ് ആവുന്ന എന്നൊന്നും പ്രതീക്ഷിക്കരുത്. പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ ആളുകൾ മാത്രമേ സൈക്കോളജിസ്റ്റ് ആവൂ. അല്ലാതെ എംഫിലോ PhD കഴിഞ്ഞ ആളുകളെല്ലാം സൈക്കോളജിസ്റ്റ് ആകുന്നു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പ്രൈവറ്റ് കോളേജുകളിൽ പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എംഫിലോ കഴിഞ്ഞിട്ട്. അതിനേക്കാൾ ഇൻകം വരുന്ന ഡിപ്പാർട്ട്മെന്റാണ് പ്രൈവറ്റ് പ്രാക്ടീസ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആളുകൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ ആളുകൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് കിടക്കുള്ളൂ. ഒരു 5 വർഷത്തിൽ കൂടുതലൊക്കെ ഒരാൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഏബിളൻ്റ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ട് അയാൾ നിർത്തിപ്പോയിട്ടുണ്ടാവും. നമ്മൾ ഈ പറയുന്ന അത്ര ആവേശമൊന്നും തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വരില്ല. കാരണം കോഴിക്കോട് എറണാകുളത്തൊന്നും വലിയൊരു ബോർഡിൽ ഡോക്ടർ പ്രജീഷ് ബാലാത്രൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും അങ്ങോട്ട് വരില്ല. ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് കേസ് ഡെവലപ്പ് ചെയ്ത് വരില്ല. നേരിട്ട് ആളുകളോട് ഇന്ററാക്ട് ചെയ്ത് ഇടപഴകി വന്നിട്ടുള്ള ഒരു മെക്കാനിസം മാത്രമേ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് മെന്റൽ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകളും ആളുകളോട് ഇടപെടാനും ഒക്കെ നമ്മൾ ഓക്കെ ആയിരിക്കും. വേറൊരു പ്രൊസീജിയർ ഇതിൽ പറ്റില്ല. കാരണം എന്തോരം ഒരാൾ കൗൺസിലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്നെ വ്യക്തിയുടെ അടുത്ത് പോകണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു പ്ലാനിങ്ങിലേക്ക് എത്തിപ്പെടണതാണ്. നമ്മളൊരു ടൈം പീരീഡ് ഒരു 5 years നമ്മൾ കാണുന്നത്. തിരക്ക് കൂട്ടാനേ നിൽക്കരുത്. നിങ്ങൾ ബഡ്ഡി സൈക്കോളജിസ്റ്റുകളാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. വളരെ കുറച്ച് കേസുകളാണെങ്കിലും അതിന് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് പ്രോപ്പർ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 വർഷം ആകുമ്പോഴേക്ക് റെഗുലർ ആയിട്ട് ക്ലയന്റ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. റെഫറൻസിലൂടെ മാത്രമേ കേസ് വരുള്ളൂ. ആദ്യത്തെ ഒരു ആവേശപ്പുറത്ത് കേസ് പറഞ്ഞൊന്നും പറഞ്ഞിട്ട് ഓടിയിട്ട് ഈ ഫീൽഡ് വിട്ട് പോകരുത്. സമയം എടുക്കുക. വളരെ സ്ലോ ലെവലിൽ ഗ്രോ ചെയ്യുന്നവർ വളരെ ജെന്റിലായിരിക്കും. എന്ന് പറഞ്ഞിട്ട് ബൂം ചെയ്ത് വരുന്ന ആളുകൾ ഈഗോ മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഒരു ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അത് ഏറെ താവട്ട് വീണ് പോയി. അപ്പൊ അങ്ങനെ ബഹളം വെക്കാൻ നിൽക്കേണ്ട ഒരു അക്കാദമിക് റിലേറ്റഡ് സംഗതികളാണ്. അതിന് ടൈം കൊടുത്ത് വളരെ ഗ്രാജുവൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരിക ഈ ഫീൽഡിലേക്ക്. ഓക്കെ, ഡൗട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ആളുകൾ കണ്ടപ്പോഴേക്കും ഒരു സമയത്ത് കൂടുതലൊന്നും അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ശരി, എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സർ ഫോർ ദി വെരി ഇൻസൈറ്റ്ഫുൾ സെഷൻ. വി ഓൾ ലേൺഡ് സോ മച്ച്. പ്രത്യേകിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ സാർ ക്ലിയർ ചെയ്ത് തന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും കോൺടാക്ട് നമ്പർ അവർക്ക് കൊടുത്തോളൂ. എന്തെങ്കിലും ക്ലിനിക്കോ കാര്യങ്ങളോ തുടങ്ങാനോ കാര്യങ്ങളോ അവിടെ നേരിട്ട് വിളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ കഴിഞ്ഞല്ലേ? വളരെ സന്തോഷം. നിങ്ങളുടെ ഓർഗനൈസേഷൻ എല്ലാവരും എനിക്ക് പേഴ്സണലി ഇതിനെ പോലും ഞാൻ പേഴ്സണലി അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്.
എറണാകുളത്തോ കോഴിക്കോടോ ക്ലിനിക്കിലേക്ക് നേരിട്ട് വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് വേണേൽ പറഞ്ഞാലും മതി. ഷുവർ ഷുവർ, താങ്ക് യു സർ. കുട്ടികൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ ഫോർമാറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്തു. ഷുവർ. ഓക്കെ, അപ്പോൾ ശരി. താങ്ക് യു.